യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മളോട് ആളുകൾ ചിലപ്പോൾ പറയും. അങ്ങനെ ആരാ ജീവിക്കുന്നത്? ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആരാ ബ്രദറായി ജീവിക്കുന്നത്? ഈ പറയുന്ന ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. എന്നിട്ട് പറയും അത് സാരമില്ല, നമ്മൾ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശു ഒരിക്കൽ ജീവിച്ചിട്ടുണ്ട്, അത് മതി, അത് നമ്മുടേതായിട്ട് അങ്ങ് ദൈവം അങ്ങ് കണക്കാക്കും. ഇനിയിപ്പോൾ നീ ഒരു പാപം ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല, കാര്യം യേശു ഒരു നല്ല ജീവിതം ഇവിടെ ജീവിച്ചു, യേശു എൻ്റെ പകരക്കാരനാണ്. യേശു പകരക്കാരനാകുന്നത് കാൽവറി ക്രൂശിലാണ്. എൻ്റെ പകരക്കാരനാകുന്നത് എൻ്റെ പാപങ്ങൾക്ക് പകരം. എന്നാൽ ഇന്ന് യേശു എൻ്റെ പകരക്കാരൻ എന്നല്ല, ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. ഇന്നിപ്പോൾ യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം, യേശുവിനെ അനുകരിക്കണം. അല്ലാതെ നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ടീച്ചിങ് ഒരു വ്യക്തമായ ഒരു ടീച്ചിങ് അല്ല, ഒരു ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. യേശു ജീവിച്ചത് എന്തിനാ? ഇനി ഞാൻ ജീവിക്കണ്ട എന്ന് പറയാനല്ല. എൻ്റെ പകരക്കാരനായി യേശു ജീവിച്ച് കഴിഞ്ഞു, അത് ദൈവം അങ്ങ് കണക്കിട്ടു. യേശു ജീവിച്ചപ്പോൾ ഇനി ഞാൻ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശു എൻ്റെ പകരക്കാരനായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനല്ല. എന്തിനാണ് യേശു ജീവിച്ചത്? നമുക്ക് അനുകരിക്കാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? അനുകരിക്കാൻ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതുപോലെ ജീവിക്കണം, അതിനല്ലേ മാതൃക. മാതൃക എന്തിനാ? മാതൃക ജീവിക്കാനാ. നീ ജീവിക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. മാതൃക വെച്ചേച്ചാ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ശക്തിയിൽ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നിലേക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനുള്ള ആത്മാവിനെ ദൈവം തന്നു, ജീവനെ ദൈവം തന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്തിന്? യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ. അവനോട് സദൃശന്മാരാകുമെന്ന് എഴുതിയിരിക്കുന്നത് ഇല്ലേ? അവനോട് സദൃശന്മാരാകും. അതായത് യേശു വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ യേശുവിനെ അനുകരിച്ച് അവനെപ്പോലെയാകും. അപ്പോൾ യേശുവിനെ അനുകരിച്ച് അവനെപ്പോലെയാകുന്നതിന് ഇച്ചിരി സമയം നമുക്ക് തന്നിരിക്കുക. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമല്ല ഇവിടുത്തെ. സ്വർഗത്തിൽ പോകാനായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വല്ല കാറ് പിടിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? നമ്മൾക്ക് കർത്താവ് കുറച്ച് സമയം ഇവിടെ തന്നിരിക്കുക. എന്തിനെന്നറിയാമോ? ആ ജീവിതം ജീവിക്കാൻ, അവനോട് സദൃശനായിക്കൊണ്ട് യേശുവിൻ്റെ ജീവിതം ജീവിക്കുവാൻ, നമുക്ക് പിന്തുടരുവാൻ മാതൃക വെച്ചേച്ച് പോയിരിക്കുകയല്ലേ. അത് നമ്മൾ ആ മാതൃക അനുസരിച്ച് ജീവിക്കണ്ടേ? അതിനുവേണ്ടിയായി സമയം തന്നിരിക്കുന്നത്. എനിക്ക് ഇന്നൊരു ദിവസം കൂടെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം, ഞാൻ ഇന്ന് യേശുവിനെ ഒന്നുകൂടെ അടുത്ത് അനുകരിക്കണം. അങ്ങനെ അവിടുന്ന് വരുന്ന സമയത്തിന് മുമ്പ്, കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മൾ സമ്പൂർണ്ണമായും അവനോട് സദൃശന്മാരാകുന്നതിന് നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു വലിയ ഭാഗ്യമല്ലേ യേശുവിനെ പോലെ ആയിക്കൊണ്ട് യേശുവിനെ എതിരേൽക്കുക എന്ന് പറയുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് കർത്താവ് എനിക്ക് ഈ ഭൂമിയിൽ ഇച്ചിരി സമയം കൂടെ തന്നെങ്കിൽ അതിനായി സ്തോത്രം. പക്ഷേ എന്തിനാ തന്നിരിക്കുന്നത്? അവനോട് സദൃശന്മാർ ആകുവാൻ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം. അതായത് യേശു വരുമ്പോൾ യേശുവിനെ പോലെ ആയിക്കൊണ്ട് വേണം എനിക്ക് യേശുവിനെ എതിരേൽക്കാൻ എന്ന് പ്രത്യാശിക്കുന്നവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ സദൃശത എന്തിനകത്താണ്? നിർമ്മലതയിലാണ്, വിശുദ്ധിയിലാണ്. യേശുവിൻ്റെ നിർമ്മലത ഞാൻ അനുകരിക്കണം. യേശുവിനെ പോലെ വിശുദ്ധനായി ഞാൻ ജീവിക്കണം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും നമ്മുടെ സഭയിലിരിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും എല്ലാം നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ദൈവത്തിൻ്റെ ആ സാമീപ്യം. എൻ്റെ അടുത്ത് നിൽക്കുന്ന യേശു, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശു. ഞാൻ ശിഷ്യത്വത്തെക്കുറിച്ച് പണ്ട് ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. When Jesus is coming
to you or when you are receiving Jesus, Jesus is becoming your immediate reality. There will be nothing in between you and Jesus. നമ്മളൊരു ശിഷ്യനായി കഴിയുമ്പോൾ ജീസസ് ഈസ് ബിക്കമിങ് യുവർ ഇമ്മീഡിയറ്റ് റിയാലിറ്റി. എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി പിന്നെ യേശുവാണ്. എൻ്റെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം യേശുവാണ്. യേശു കഴിഞ്ഞിട്ട് ബാക്കിയല്ല യേശുവിൻ്റെ പുറകിലാണ്. എൻ്റെ കുടുംബം ഉൾപ്പെടെ യേശുവിൻ്റെ പുറകിലാണ്. യേശുവാണ്. എനിക്കും യേശുവിനും മധ്യത്തിൽ ആരുമില്ല. എനിക്കും യേശുവിനും മധ്യത്തിൽ ആരും കയറി നിൽക്കാൻ പാടില്ല. കയറി നിന്ന് അതിനെ മാറ്റണം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ പോയി. ദൈവം പറഞ്ഞതനുസരിച്ച് യേശുവിൻ ദൈവത്തിൻ്റെ പിന്നാലെ പോയി. അവന് മക്കളില്ലായിരുന്നു. എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. നിനക്ക് മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മകനെ കൊടുത്തു, ഇസഹാക്കിനെ കൊടുത്തു. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ കർത്താവ് പറയുന്നത് എന്നിങ്ങനെ മാനുഷികമായി ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, അത് വേദത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണോ എന്നുള്ളതല്ല, എനിക്ക് മനസ്സിലായ കാര്യം, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ആരും ഇല്ലായിരുന്നു. സ്വന്തം ഭാര്യ പോലും ഇല്ലായിരുന്നു. ആരും ഇല്ലായിരുന്നു. എന്നാൽ ഇസഹാക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? വയസ്സാം കാലത്തുണ്ടായ ചെറുക്കനല്ലേ, അവൻ ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിൽ കയറി നിൽക്കാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ കയറി നിൽക്കാൻ തുടങ്ങി. പിന്നെ കർത്താവ് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യത്തിൽ നിൻ്റെ മോൻ പോലും ഉണ്ടാകാൻ പാടില്ല, കൊണ്ട യാഗമാക്കടാ. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിനും എനിക്കും മധ്യത്തിൽ ആര് കയറി നിന്നാലും യാഗമാക്കണം. യാഗമാക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ട് കൊല്ലണമെന്നല്ല. ഇസഹാക്കിനെ ദൈവം യാഗമാക്കാൻ ആവശ്യപ്പെട്ടു. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിൽ പോയി. യാഗം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ഇടപെട്ടു. ശരിയാണ്. അവൻ നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുന്നില്ലല്ലേ. പക്ഷേ എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? പിന്നൊരിക്കലും ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിലേക്ക് ഇസഹാക്ക് കയറി നിന്നിട്ടില്ല. അതാ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യാഗമാക്കുക. ദൈവത്തിനും എനിക്ക് മധ്യത്തിൽ എന്തോ കയറി നിന്നാലും ആര് കയറി നിന്നാലും യാഗമാക്കണം. ദൈവത്തിനും എനിക്ക് മധ്യത്തിൽ പൈസ കയറി നിന്ന് കഴിഞ്ഞാൽ പൈസ യാഗമാക്കണം. ദൈവത്തിനും എനിക്കും മധ്യത്തിൽ എൻ്റെ വീട് കയറി നിന്നാൽ വീട് യാഗമാക്കണം. ദൈവത്തിനും എനിക്കും മധ്യത്തിൽ എൻ്റെ പിള്ളേർ കയറി നിന്നാൽ അതിനെയും യാഗമാക്കണം. യാഗമാക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ട് കൊല്ലാനല്ല എൻ്റെ അർത്ഥം. എനിക്ക് മരിക്കണം. അതായത് എനിക്കും ദൈവത്തിനും ഇടയ്ക്കിലേക്ക് കയറി നിൽക്കാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലാത്ത, ആരുമില്ലാത്ത ഒരവസ്ഥ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാ ദൈവ സാന്നിധ്യം നമ്മൾ നിരന്തരം അനുഭവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവവചനം പഠിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. ദൈവവചനം പഠിക്കാൻ ഇന്ന് ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യം സ്പെസിഫിക്കായിട്ട് എടുത്ത് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ. അതിൽ നിന്ന് പഠിക്കാമെന്ന് പറയുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ പഠനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് പ്രായോഗികമായി ഈ വചനം എന്തു പറയുന്നോ അത് അനുസരിക്കാൻ, അതനുസരിച്ചൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. പ്രായോഗികമാക്കണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണം. വചനം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിപ്പിൻ. ഇല്ലേ? വചനം എപ്പോഴും നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ഇന്നത്തെ പഠനത്തിന് വേണ്ടി ഞാനൊരു വാക്യം എഫേസ്യ ലേഖനത്തിൽ നിന്ന് എടുക്കുകയാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഇതിനകത്ത് ഒരു
ഡിഫറൻസ് ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ദൈവത്തെ ആരാധിക്കണം, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, വി നീഡ് ടു വർഷിപ്പ് ദ ലോർഡ്, വി നീഡ് ടു ഒബേ ഗാഡ്. അത് വളരെ കറക്റ്റാണ്. ദൈവത്തെ അനുസരിക്കണം, ആരാധിക്കണം. എന്നാൽ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തെ ആരാധിക്കണമെന്നോ അനുസരിക്കണമെന്നോ മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് അനുകരിക്കണമെന്നാണ്. അനുകരിക്കണം. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗാഡ് ആസ് ബിലവഡ് ചിൽഡ്രൻ. പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കണം. അനുകരിക്കണം. അത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി. ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്. ഇതൊരു കൽപ്പനയാണ്, ദൈവത്തെ അനുകരിക്കണം. അപ്പം നമുക്ക് സ്വാഭാവികമായും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് അനുകരിക്കാൻ പറ്റുന്നത്? ദൈവം അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന ദൈവം, ഹെവൻലി ഗാഡ്, സ്വർഗത്തിലിരിക്കുന്നവനായ ദൈവത്തെ ഞാനെങ്ങനെ അനുകരിക്കുന്നത്? സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ കഴിയും, അതിന് കുഴപ്പമൊന്നുമില്ല, സംശയമൊന്നുമില്ല. എന്നാൽ അനുകരിക്കണമെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ഞാൻ കാണുന്നില്ല, നമുക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ അവനെ കണ്ട് നമ്മളവനെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവനെ അനുകരിക്കണമെങ്കിൽ അവൻ കുറച്ചുകൂടെ എനിക്ക് അടുപ്പമുള്ളവനായി, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ദൈവം, സ്വർഗത്തിലിരിക്കുന്നവനായ ദൈവം മഹിമയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അനുകരിക്കാനായിട്ട് പറ്റുമോ? ദൈവത്തെ അനുകരിക്കണമെങ്കിൽ എനിക്ക് ദൈവത്തെ കാണണ്ടേ? ദൈവം ചെയ്യുന്നതൊക്കെ എനിക്ക് ഒബ്സർവ് ചെയ്യണമല്ലോ. അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലല്ല എനിക്ക് ദൈവത്തെ അനുകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ്, ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ്. കാര്യം അവൻ മഹത്വവാനായ ദൈവമാണ്. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ദൈവം മഹത്വവാനായ ദൈവമാണ് എന്ന കാര്യം. ഇപ്പോൾ ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 33-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, യെശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഓക്കെ, യെശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ നിന്നെ സഹായിക്കും. സഹായിക്കാനായിട്ട് എന്തു ചെയ്യും? എവിടുന്നാണ് വരുന്നത്? ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അപ്പോൾ ദൈവം മഹിമ ധരിച്ച ദൈവമാണ്, ആ മഹിമയിൽ ജീവിക്കുന്ന ദൈവമാണ്, മേഘാരൂഢനായ ദൈവമാണ്, ആകാശത്തിലിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ ഞാനെങ്ങനെയാണ് അനുകരിക്കുന്നത്? ആരാധിക്കാം, ഒരു പരിധിവരെ അനുസരിക്കുകയും ചെയ്യാം. പക്ഷെ അനുകരിക്കുന്നത് എങ്ങനെയാണ്? അനുസരിക്കണമെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ അനുസരിക്കണം. പക്ഷെ അതും പ്രയാസമാണ്. അതായത് അനുസരിക്കുന്നതല്ല, കേൾക്കുന്നത് തന്നെ പ്രയാസമാണ്. ഇപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് മോശയോട് ദൈവം സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം ചിലരോടൊക്കെ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മോശയോട് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് മോശയോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. അപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ ജനങ്ങൾ നോക്കിയപ്പം, മോശയോട് സംസാരിച്ചപ്പോൾ ശബ്ദം എന്താണെന്ന് മനസ്സിലായത് തന്നെ മോശയ്ക്കാണ്, വേറെ ആർക്കും മനസ്സിലായില്ല. ദൈവം മോശയോട് സംസാരിക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ദൈവം പറയുന്ന ഒന്നും ശരിക്കും കേൾക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം അവർ നോക്കുമ്പോൾ ഇടിമുഴക്കം, മിന്നൽ, കാഹളധ്വനി, പർവ്വതം പുകയുന്നത്, ഇതൊക്കെയാണ് മനുഷ്യർ എന്ന നിലയിൽ അവർ കാണുന്നത്.
ഇനി ഈ മോശ പോലും ദൈവത്തെ യഥാർത്ഥത്തിൽ മൊത്തമായിട്ടല്ലെങ്കിൽ അവൻ്റെ മഹിമയിൽ കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറപ്പാട് 33 അധ്യായത്തിൽ മോശ പറയുന്നുണ്ട്, കർത്താവേ നിൻ്റെ തേജസ് എന്നെ കാണിച്ചു തരണേ. എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു, അത് ചില പ്രയാസമുള്ള കാര്യം മക്കളെ, കാണിക്കാൻ വയ്യാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ തേജസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നീ മിക്കവാറും ജീവിച്ചിരിക്കത്തില്ല, നീ മരിച്ചു പോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ തേജസ്സൊക്കെ മറച്ചു വെച്ച് ഒന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ മോശയ്ക്ക് പോലും ദൈവത്തിൻ്റെ മഹിമയിൽ കണ്ട് അത് അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രയാസമായിരുന്നു. അതുപോലെയുള്ള ചില പ്രവാചകന്മാരോടൊക്കെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സ്വർഗത്തിലിരിക്കുന്ന മഹാനായ ആ ദൈവത്തെ ആ രീതിയിൽ കാണാൻ സാധാരണക്കാരായ മനുഷ്യർ പറയുകയാണ്, വലിയ ഇടിമുഴക്കം, മിന്നൽ, അല്ലെങ്കിൽ കാഹളധ്വനി, പർവ്വതം പുകയുന്നു, ഇതൊക്കെയാണ്. അതുകൊണ്ട് ജനങ്ങൾ എന്താ പറയുന്നത്, ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു, അടുത്തോട്ട് അടുക്കുന്നില്ല. എന്നിട്ട് പറയാം അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് മോശയോട് പറയാ, നീ കുറച്ചൊക്കെ അടുത്തൊക്കെ ചെന്നല്ലോ, നിന്നോട് ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ, അത് മതി, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടോളാം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവം കൊടുത്ത കൽപ്പനകളൊക്കെ കേട്ടിട്ട് അവർ പറയുകയാണ്, ഞങ്ങളിത് അനുസരിക്കും എന്നാണ് പറയുന്നത്. അതിനൊക്കെ അവർ തയ്യാറാണ്, അനുസരിക്കാൻ തയ്യാറാണ്, ആരാധിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ എങ്ങനെ നമുക്ക് അനുകരിക്കാനായിട്ട് കഴിയും? മഹാനായ ഈ ദൈവത്തെ ആരാധിക്കണം, അനുസരിക്കണം. അത് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ഇന്നും ഇത് പ്രസക്തമാണ്. ഈ മഹാനായ ദൈവത്തെ നമ്മൾ ആരാധിക്കണം, അനുസരിക്കണം. ആരാധിക്കുക എന്ന് പറയുന്നത് തന്നെ, വർഷിപ്പ് എന്നുള്ള വാക്കിന് തന്നെ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, ഫോളിങ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹിമയിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കുറവുകളോടെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് മഹിമയിൽ ജീവിക്കുന്ന ദൈവത്തെ കാണുമ്പോൾ ഞാനങ്ങ് താഴെ വീണ് പോകുകയാണ്. അതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. കൈകൊട്ടുന്നത് മാത്രമൊന്നുമല്ല വർഷിപ്പ്. അന്നേരം ചിലപ്പോൾ നമ്മൾ കൈ കൊട്ടിയൊന്നോ കൊട്ടത്തില്ലയോ എന്നുള്ളതല്ല. പക്ഷേ വേറൊരു യഥാർത്ഥത്തിലുള്ള വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, എടുത്തടിച്ച് താഴെ വീഴുന്നതല്ല, അങ്ങനെ തള്ളി ഇടുന്നവർ വരെ ഉണ്ട്. എന്തുവാ, അതല്ല വർഷിപ്പ്. തള്ളി താഴെ ഇടുന്നതല്ല വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മഹിമ കണ്ട്, ഞാൻ എൻ്റെ കുറവുകൾ കണ്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് പോവുകയാണ്. എൻ്റെ ശരീരം വീണ് പോകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അവൻ്റെ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് അവനെ നമ്മൾ ആരാധിക്കുന്നു. മറ്റൊരർത്ഥം, ഈ വർഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒഴുകിപ്പോവുക എന്നാണ്. ഡ്രോൺഡ്, ഒഴുകിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ അങ്ങ് ഒഴുകിപ്പോകുകയാണ്. ഇതാണ് ശരിക്കും വർഷിപ്പ് എന്ന് പറയുന്നത്. അവൻ്റെ മഹിമയറിഞ്ഞ് നമ്മൾ അവൻ്റെ സന്നിധിയിൽ വീണു പോകുന്നു. അവൻ്റെ സ്നേഹത്തെ അനുഭവിച്ച് ഞാൻ അവൻ്റെ സ്നേഹത്തിലങ്ങ് ഒഴുകിപ്പോകുന്നു. ഒഴുകിപ്പോകുമ്പോഴുള്ള പ്രത്യേകത എന്നറിയാമോ? ഒഴുകിപ്പോകുമ്പം എൻ്റെ കാല് നിലത്തല്ല, എനിക്ക് എൻ്റെ മേൽ കൺട്രോളില്ല. ഒഴുകിപ്പോകുന്ന ഒരു വ്യക്തിക്ക് കൺട്രോളില്ല, അല്ലേ? ഒഴുകിപ്പോകുക എന്നതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാനങ്ങ് ഒഴുകിപ്പോകുകയാണ്. പിന്നെ എൻ്റെ ഫിസിക്കൽ കാലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ എന്നിൽ നിൽക്കുന്നില്ല, എൻ്റെ കാലേ നിൽക്കുന്നില്ല. ഞാൻ ആ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ഒഴുകിപ്പോകുകയാണ്. അപ്പോൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അവൻ്റെ മഹിമ കണ്ട് ഞാൻ ആ അനുഭവത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ മഹിമയുടെ മുമ്പിൽ ഞാൻ വീണു പോകുന്നു. അവൻ്റെ സ്നേഹം അറിഞ്ഞ് ആ സ്നേഹത്തിൽ ഞാൻ അങ്ങ് ഒഴുകിപ്പോകുന്നു. ഇവിടെ രണ്ടിടത്തും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും വർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ എന്നിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഞാൻ വർഷിപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ ദൈവത്തെ
വർഷിപ്പ് ചെയ്യാൻ പറ്റും, ആരാധിക്കാൻ പറ്റും, അതുപോലെ ദൈവത്തെ അനുസരിക്കാൻ പറ്റും. എന്നാൽ എഫേസ്യരിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവനെ അനുകരിക്കണം എന്നാണ്. അനുകരിക്കുക. അവിടെയാണ് നമ്മൾ വീണ്ടും അനുഭവിക്കുന്നതായ ഒരു പ്രത്യേകത. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനും അനുസരിക്കാനും കഴിയും. എന്നാൽ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ അറിയണം, കാണണം. എൻ്റെ മുമ്പിൽ ആ ദൈവം വന്ന് എന്നാലല്ല. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുക, പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. അതൊക്കെയാണല്ലോ അനുകരണം എന്ന് പറയുന്നത്. അതൊക്കെ കാണാതെ ഞാൻ എന്തെടുക്കും? അതെനിക്കും അനുഭവിക്കാതെ ഞാൻ എന്തെടുക്കും? എനിക്ക് അനുകരിക്കാൻ പറ്റില്ല. നാം ദൈവത്തെ അനുകരിക്കണമെങ്കിൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യനായിട്ട്, എനിക്ക് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്ന് ദൈവം എങ്ങനെ ജീവിക്കുന്നെന്ന് കാണിച്ചു തരണം. എന്നാൽ മാത്രമേ എനിക്ക് ദൈവത്തെ അനുകരിക്കാൻ പറ്റുള്ളൂ. അതാണ് വാസ്തവത്തിൽ യേശു ചെയ്തത്. ദൈവം, മഹാനായ ദൈവം, യെശൂരിൻ്റെ ദൈവം, മേഘാരൂഢനായി വസിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ താമസിച്ചു, ജീവിച്ചു. അതാണ് യേശു. അല്ലെങ്കിൽ യേശു പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയാനോ അനുഭവിക്കാനോ എനിക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എന്നോട് പറയാനുള്ളത് മോശയോട് സംസാരിച്ച അതേ മഹിമയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിന് ദൈവം ഇറങ്ങി വരണം, ഒരു മനുഷ്യനായി ഇറങ്ങി വരണം. ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ നിലമുഴുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ട്രാക്ടർ വെച്ച് ഉഴുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ കലപ്പ കൊണ്ട് ഉഴുന്നത്. അങ്ങനെ നിലമുഴുതുകൊണ്ടൊരു മനുഷ്യൻ നടക്കുകയാണെന്ന് വെക്കുക. കഥയാണ്, ഉദാഹരണമാണ്. ഉദാഹരണത്തിൽ നിന്ന് ഉപദേശമൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഉഴുതു പോകുമ്പോൾ ആദ്യം ഇങ്ങനെ മുന്നോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഉഴുന്നു, അങ്ങോട്ട് ഉഴുന്നു, പിന്നെ ഇങ്ങോട്ട് ഉഴുന്നു, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഉഴവ് ചാൽ തിരിച്ചു വരുന്നിടത്ത് ഒരു ഉറുമ്പിൻ കൂട് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര കമ്പാഷനറ്റ് ആയിരുന്നതുകൊണ്ട് ഈ ഉറുമ്പുകളെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം നിലമുഴാതിരിക്കാൻ പറ്റത്തില്ല. എന്താ ചെയ്യുന്നത്? അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറയുകയാണെന്ന് വെച്ചോ, ഉറുമ്പുകളെ, എൻ്റെ ന്യായവിധിയുടെ കലപ്പ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ ഉറുമ്പുകൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? കാര്യം ഉറുമ്പുകൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഉറുമ്പിനെ രക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന വ്യക്തി, ആ മനുഷ്യൻ ഒരു ഉറുമ്പായിട്ട് വന്ന് ഉറുമ്പുകളോട് സംസാരിച്ചെങ്കിലേ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ഒരു ഉറുമ്പിൻ്റെ രീതിയിൽ ഇറങ്ങി വരണം. എന്നാൽ ഇറങ്ങി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വെറും ഉറുമ്പായി വന്നാൽ പറ്റത്തില്ല. മനുഷ്യൻ്റെ ആ ബോധ്യങ്ങളും ഐഡൻറ്റിറ്റിയും, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഉറുമ്പായാലേ പറ്റുള്ളൂ. ആ ഉറുമ്പായി വരുമ്പോഴും മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകതകൾ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ഉറുമ്പായി കഴിഞ്ഞാൽ വല്ലതും പ്രയോജനമുണ്ടോ? പറ്റുമോ? അങ്ങനെ ഉറുമ്പിന് സംസാരിക്കാനും പറ്റില്ല, രക്ഷപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് ഈ ഇറങ്ങി വരുന്ന ഉറുമ്പ് അതേസമയം മനുഷ്യനുമായിരിക്കണം, ഉറുമ്പുമായിരിക്കണം. ഇങ്ങനെയാണ് വാസ്തവത്തിൽ യേശു ഭൂമിയിലേക്ക് വന്നത്. ദൈവമായിരുന്ന യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യനായി ഭൂമിയിൽ വരുമ്പോഴും അവൻ ദൈവമായിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഭൂമിയിൽ ഇറങ്ങി വന്ന വചനം ജഡമായി തീർന്ന ആ യേശു ആദ്യം മുതൽ അവൻ ദൈവമായിരുന്നു. അവൻ മറിയയുടെ മകനായി ജനിച്ചപ്പോഴല്ല അവൻ യേശുവാകുന്നത്, അവൻ അല്ലെങ്കിൽ മനുഷ്യനാകുന്നത്. അവൻ ദൈവമായിരുന്നു, എന്നും ദൈവമായിരുന്നു. അവൻ മനുഷ്യനാകാനായിട്ട് ഇറങ്ങി വന്നു.
അതാണ് നമ്മൾ കാണുന്നത്. അവൻ ആദ്യം മുതൽ അവൻ അതായത് ഭൂമിയിൽ ജീവിച്ച യേശു, 33 വർഷത്തിൽ കൂടുതൽ ഈ ഭൂമിയിൽ ജീവിച്ച യേശു എന്നും ദൈവമായിരുന്നു. അവൻ ആദ്യം മുതൽ ദൈവമായിരുന്നു. ഭൂമിയിൽ ജീവിച്ചപ്പോഴും ദൈവമായിരുന്നു, ഇപ്പോഴും ദൈവമാണ്. കാര്യം അതവന് മാറാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. യേശു ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഭൂമിയിൽ ജീവിച്ചപ്പോഴും അവൻ ദൈവമായിരുന്നു. അവൻ്റെ ദൈവത്വത്തിന് ഒരു രീതിയിലും ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അവൻ ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയിലും ഈ വചനമുണ്ടായിരുന്നു. അല്ലാതെ യേശുവിനെ ഒരു തുടക്കം നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൻ എന്നും ദൈവമായിരുന്നു. സൃഷ്ടിയിൽ അവൻ ദൈവമായിരുന്നു. ചരിത്രത്തിലുടനീളം അവൻ ദൈവമായിരുന്നു. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, സൃഷ്ടാവായ ദൈവം പഴയ നിയമത്തിലെ ദൈവം, യേശു പുതിയ നിയമത്തിലെ ദൈവം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവം, സൃഷ്ടിയിലുണ്ടായിരുന്നവനായ ദൈവം, അതേ ദൈവം തന്നെയാണ് യേശുവായി ഭൂമിയിലേക്ക് വന്നത്. ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് മറിയയുടെ മകനായി ജനിച്ചപ്പോൾ മുതലല്ല യേശുവിൻ്റെ തുടക്കം എന്ന് പറയാൻ പോലും പറ്റിയല്ല. കാര്യം ബിക്കോസ് ഹി ഈസ് ഇറ്റേണൽ. അവൻ എന്നും ഉണ്ടായിരുന്നു, സൃഷ്ടിയിലും ഉണ്ടായിരുന്നു. ആ സൃഷ്ടിയിലെ ദൈവം തന്നെയാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്, വേറൊരു ദൈവമല്ല. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. എന്നിട്ട് സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം, അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. വചനം ജഡമായി തീർന്നു, ശരീരമായി തീർന്നു. ആ ദൈവം ശരീരം ധരിച്ചു വന്നതാണ് യേശു. ഇറ്റേണൽ ഗാഡ്, നിത്യനായ ദൈവം ശരീരം ധരിച്ചു വന്നവനാണ് യേശു. ആ യേശു എന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവൻ രൂപത്തിലായിരുന്നില്ല. ദൈവം ആത്മാവാകുന്നു. അവൻ ശരീരം ധരിച്ച് ഒരു മനുഷ്യനായി വന്നു, അതാണ് യേശു. എന്നാൽ അങ്ങനെ മനുഷ്യനായി വന്നപ്പോഴും വെറും മനുഷ്യനുമല്ല. 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഭൂമിയിൽ യേശു ജീവിച്ചപ്പോൾ ഹി വാസ് നോട്ട് ജസ്റ്റ് എ മാൻ. അവൻ വെറും മനുഷ്യനായിരുന്നില്ല. പിതാവിൽ നിന്നുള്ള തേജസ് അത് കണ്ടവരും, അവിടെ എഴുതിയിരിക്കുന്ന യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ, അവൻ മനുഷ്യൻ തന്നെ. ഇത് എഴുതിയ യോഹന്നാനും കണ്ടു, ശിഷ്യന്മാരും കണ്ടു. അവർക്ക് മനസ്സിലായി അവൻ ദൈവമാണ്. ഈസ് ഗാഡ്. അവൻ മനുഷ്യനാണ്, അവൻ ദൈവമാണ്. വചനം ദൈവമായിരുന്നു. അതാണ് 1-ാമത്തെ വാക്യത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഹി വാസ് ഗാഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ വചനം ദൈവം ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്കറിയാം യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിക്കാനാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതേസമയം അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോഴും അവൻ ദൈവമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവനെ യഥാർത്ഥത്തിൽ ആത്മീക കണ്ണുകൾ കൊണ്ട് കണ്ടവർ മനസ്സിലാക്കി അവൻ ദൈവമാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറയുന്നത്.
ഇതൊരു വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ്. നമുക്കൊക്കെ കൺസീവ് ചെയ്യാൻ പറ്റാത്ത, നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ജഡാവതരണം ധരിച്ച ദൈവമായ യേശു. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു മാസിക നടത്തുന്നുണ്ടായിരുന്നു, മരിപ്പച്ചെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് ഒരു പ്രാവശ്യം ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നത് ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ചന്ദ്രനിൽ നടന്നിട്ടുള്ള ആളാണ്. ചന്ദ്രനിൽ നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം മാരാമണ്ണ് വന്ന് കൺവെൻഷന് പ്രസംഗിച്ച സമയത്ത് പത്രക്കാർ അദ്ദേഹമായിട്ടൊരു പത്രസമ്മേളനം നടത്തി, ഒരു ഇൻ്റർവ്യൂ. മരിപ്പച്ചയിൽ ഞാനത് അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, സർ, അങ്ങ് ചന്ദ്രനിൽ നടന്നപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നി? കാരണം ഇദ്ദേഹം പറഞ്ഞു, ദാറ്റ്സ് ഗ്രേറ്റ്, എ മാൻ വാക്കിംഗ് ഓൺ മൂൺ, ദാറ്റ്സ് സംതിങ് ഗ്രേറ്റ്. മനുഷ്യൻ ചന്ദ്രനിൽ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ ഒരു അനുഭവമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നത് വലിയ അത്ഭുതമാണ്, എന്നാൽ ദൈവം ഭൂമിയിൽ നടക്കുന്നതുമായി തട്ടിച്ചു നോക്കിയാൽ മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുന്നതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മനുഷ്യനായ ഞാൻ ചന്ദ്രനിൽ നടന്നതല്ല, ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നടന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം. ജഡാവതരണം, ദൈവം ശരീരം ധരിച്ച് ഭൂമിയിൽ ജീവിച്ചത് ഒരു മഹാത്ഭുതമാണ്. ഹല്ലേലൂയ. അതാണ് യേശു. ദൈവം ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നതാണ് യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി യേശു ഭൂമിയിൽ വന്നത് നമുക്ക് പകരമായി മരിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അതേസമയം യേശു ഭൂമിയിൽ വന്ന് ജീവിച്ചത്, യേശു നമുക്ക് പകരമായി മരിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് മരിച്ചങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ, ഇല്ലേ? യേശു മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, 33 വയസ്സ് വരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അതെന്തിനാ ജീവിച്ചത്? ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ യേശു ഒരു സാധാരണക്കാരനെ പോലെ വന്ന് ഭൂമിയിൽ വന്ന് ജീവിച്ചു. അത് വലിയ അത്ഭുതമാണ്. ഒരു മനുഷ്യനായിട്ട് വന്ന് ജീവിച്ചു, എല്ലാ രീതിയിലും മനുഷ്യനായിട്ട് വന്ന്. ഞാനിങ്ങനെ ഭാവനയിൽ, ബേഴ്സിൽ എഴുതിയിട്ടുള്ള കാര്യമല്ല, ഭാവനയിൽ കാണാറുള്ള ഒരു കാര്യം, യേശു ഭൂമിയിലേക്ക് വരാനായിട്ട് തീരുമാനമെടുത്ത സമയത്ത് യേശു ദൂതന്മാരോടൊക്കെ പറയുകയാണെന്ന് വെച്ചു, ഞാൻ ഭൂമിയിലേക്ക് പോവുകയാണ്, അവിടെ ഒരു മനുഷ്യനായി ജീവിക്കുകയാണ്, മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ദൂതന്മാരെല്ലാം കൂടെ പറഞ്ഞു കാണും, ദൈവമേ, ഭൂമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്വർഗമൊന്നും അല്ലല്ലോ കർത്താവേ, അവിടെ ചെന്നാൽ ഒത്തിരി പ്രയാസമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എന്തൊരു ചൂടാ, ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഭൂമിയിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ, എങ്ങനെ ജീവിക്കും? ഞങ്ങൾ പോയി ഭൂമി അങ്ങ് എയർ കണ്ടീഷൻ ചെയ്താലോ? ഭാവനയിലാണ്. എന്നെ കർത്താവ് പറഞ്ഞു, അതിനല്ല, ഞാൻ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നോ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത്. എന്നെ അവർ പറഞ്ഞു, കർത്താവേ, എന്നാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലം എന്ന് പറയുന്നത് റോമൻ സീസറിൻ്റെ കൊട്ടാരമാണ്. അവിടെ കുറച്ചൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ അതങ്ങ് AC ചെയ്യാം, നീ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ റോമൻ സീസറിൻ്റെ കൊട്ടാരത്തിലേക്കല്ല പോകുന്നത്. പിന്നെ എങ്ങോട്ടാ? ഞാനൊരു റോമനായിട്ടല്ല പോകുന്നത്, ഞാനൊരു യഹൂദനായിട്ടാണ് പോകുന്നത്. ഉടനെ ദൂതന്മാരൊക്കെ പറഞ്ഞു കാണും, കർത്താവേ, എന്നാൽ പിന്നെ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ഹേരോദാവിൻ്റെ കൊട്ടാരമാണ്, അങ്ങോട്ടങ്ങ് പോയാലോ, അവിടെ നമ്മളങ്ങ് എല്ലാം ഒന്ന് ശരിയാക്കിയാലോ? എന്നെ കർത്താവ് പറഞ്ഞു, ഞാനിതിന് കൊട്ടാരത്തിലല്ലല്ലോ ജനിക്കുന്നത്, പിന്നെ ഇവിടെ അത് ഞാൻ അവിടുത്തെ ഒരു കാർപ്പൻ്ററിൻ്റെ മോനായിട്ടാണ് ജനിക്കുന്നത്. കർത്താവേ, അദ്ദേഹത്തിൻ്റെ വീട് നമുക്കങ്ങ് എയർ കണ്ടീഷൻ ചെയ്താലോ? എന്നെ പറഞ്ഞു,
അതിന് ഞാൻ ആ വീട്ടിൽ പോലും അല്ല ജനിക്കുന്നത്. പിന്നെ ഇവിടെ ഞാനൊരു കാലിത്തൊഴുത്തിലാണ് ജനിക്കുന്നത്. അത് ദൂതന്മാർക്ക് പോലും സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ കർത്താവ് ഭൂമിയിൽ വന്നത് ഒരു സാധാരണ മനുഷ്യനായി എല്ലാവർക്കും യേശുവിൻ്റെ അടുത്ത് ചെന്ന് പ്രവേശനം ലഭിക്കത്തക്ക രീതിയിൽ ഏറ്റവും എളിമയായിട്ട് ജനിച്ച വ്യക്തിയാണ് യേശു. അതാണ് നമ്മൾ കാണുന്നത്. നാം കണ്ടിട്ടില്ലാത്തവനായ ദൈവം, ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിലിരിക്കുന്ന ദൈവം. ഇപ്പം നമുക്ക് അല്ലെങ്കിൽ അന്ന് നമുക്ക് ദൈവത്തെ അറിയാനും കഴിയത്തില്ല. ദൈവത്തെ അനുകരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ആരാധിക്കാൻ പറ്റും, അനുസരിക്കാൻ പറ്റും, എന്നാൽ നമുക്ക് അനുകരിക്കാനായിട്ട് കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നത് ഓഫ് കോഴ്സ് അടിസ്ഥാനപരമായി മരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്ന് ജീവിച്ചത്, ഞാൻ പറഞ്ഞത് വന്നത് മരിക്കാനാണ്, പക്ഷേ ഇവിടെ ജീവിച്ചത് 33 വർഷങ്ങൾ ഇവിടെ ജീവിച്ചത് ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചെന്തിനാണെന്നറിയാമോ? ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാനാണ്. ആ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ആ യേശു ഭൂമിയിൽ വന്ന് ജീവിച്ചത് കൊണ്ടാണ് ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. ദൈവം സ്വർഗത്തിലിരിക്കുകയായിരുന്നെങ്കിൽ ഈവൻ പഴയ നിയമത്തിൽ മോശ ഉൾപ്പെടെയുള്ളവർക്ക് ദൈവത്തെ യഥാർത്ഥത്തിൽ കാണാൻ പരിമിതികളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ പരിമിതികളുണ്ടായിരുന്നു. പ്രവാചകന്മാരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരത് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, അപ്പോൾ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തു, അഥവാ സംസാരിച്ചു. മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ അങ്ങനെ അതല്ല, സ്പിരിച്വലായിട്ട് ആത്മീകമായി മനസ്സിലാക്കുന്നൊക്കെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാർ കേട്ടു, എന്നിട്ട് പ്രവാചകന്മാർ അത് പിതാക്കന്മാരോട് അരുളി ചെയ്തു. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും, അതായത് ദൈവത്തെ പൂർണ്ണമായിട്ട് ഇവർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചില്ലറ കാര്യങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അവർ കേട്ടു. അതവർ പ്രവാചകന്മാർ പിതാക്കന്മാരോട് അരുളി ചെയ്തു, അവരത് കുറിച്ച് വെച്ചു. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാരും വായിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ അനുസരിച്ചു. പക്ഷേ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ അവർക്കും പറ്റിയില്ല. ഭാഗമായും വിവിധമായിട്ടും വ്യത്യസ്തമായ ഇൻ ഡൈവേഴ്സ് പോർഷൻസ് ആൻഡ് ഇൻ ഡൈവേഴ്സ് മാനേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് ഡൈവേഴ്സ് മാനേഴ്സ്, വ്യത്യസ്തമായ നിലകളിൽ. ഒരു സമ്പൂർണമായ വെളിപ്പാടല്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായത്, സമ്പൂർണ്ണ വെളിപ്പാടല്ല. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. യേശുവിലൂടെ ദൈവം പൂർണ്ണമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പൂർണ്ണമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ യേശു ദൈവം മനുഷ്യനായി വന്നപ്പോൾ അവനെക്കുറിച്ച് പറയുന്നത് 3-ാമത്തെ വാക്യത്തിൽ, ഈ പുത്രൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. He is the exact resemblance of God's glory and the very stamp of His nature. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. നമ്മളുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സീലടിക്കുമല്ലോ, മുദ്ര അടിക്കുമല്ലോ, മുദ്ര അല്ലേ, സീല്. ഈ സീല് നിങ്ങളെടുത്ത് കയ്യിലെടുത്ത് നോക്കി ഒന്ന് വായിക്കാൻ പരിശ്രമിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല, നമ്മളെല്ലാം തെറ്റിക്കും. കാര്യം സീലിലുള്ളത് മിറർ ഇമേജാണ്. ഡി എന്നുള്ളത് പി എന്നൊക്കെ നമ്മൾ വായിക്കും.
കാര്യം മിറർ ഇമേജാണ്. അതുകൊണ്ട് വായിച്ചാൽ മിക്കവാറും തെറ്റിക്കും, മൊത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത് യേശു ആരാണ്? അവൻ ദൈവത്തിൻ്റെ മുദ്രയാണ്, തത്വത്തിൻ്റെ മുദ്ര. ഹീസ് ദി എക്സാക്റ്റ് റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. തത്വത്തിൻ്റെ മുദ്ര. ദൈവം എങ്ങനെയുള്ളവനാണോ ഇൻ എസൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ് ദൈവം. അതായത് സീല് നമുക്ക് വായിക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്നാ, ഒരു കടലാസിലോട്ട് ഇതങ്ങ് പതിക്കും. പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലാകും. ഇതുപോലെ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് പ്രവാചകന്മാരൊക്കെ ഒരു സീലെ നോക്കി വായിക്കുന്നത് പോലെ വായിച്ച് കുറച്ചൊക്കെ പിടികിട്ടി, പക്ഷെ മൊത്തമായിട്ട് പിടികിട്ടിയില്ല. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം തൻ്റെ മുദ്ര ഒരു ശരീരത്തിലോട്ട് പതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇതാണ് ഞാൻ, എന്നെ അറിയണമെങ്കിൽ ഇവനെ നോക്കിയാൽ മതി. കാര്യം ദൈവം ആരാണോ അത് കൃത്യമായിട്ട് യേശു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ദൈവം എങ്ങനെയുള്ളവനാണെന്നറിയാൻ നമുക്കൊരു പ്രയാസവും ഇല്ല, യേശുവിനെ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പം നമുക്ക് അനുകരിക്കാൻ പറ്റും. ആകാശത്തിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാം, അനുസരിക്കാം. അനുകരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്തിയ യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ അനുകരിക്കുന്നവൻ ദൈവത്തെ അനുകരിക്കുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ള വാക്ക് തന്നെ യോഹന്നാൻ അവിടെ ഉപയോഗിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യം അതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇപ്പം ദൈവം എങ്ങനെയുള്ളവനാണെന്നറിയാൻ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാൻ, ദൈവം ദൈവം എന്ത് ചെയ്യും, ഓരോ സാഹചര്യത്തിലും ദൈവം എങ്ങനെ ഇടപെടും എന്നൊക്കെ അറിയാൻ നമ്മൾ ഒത്തിരി വിഷമിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ജീസസ് ആൻഡ് ദ ലൈഫ് ഓഫ് ജീസസ്. നേരെ യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ആ ദൈവത്തെ യേശു വെളിപ്പെടുത്തി തന്നത് കൊണ്ട് ഇനി നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയും. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ യേശു ഭൂമിയിൽ ജീവിച്ചതിന്, ഞാനിതാ പറയാൻ ഉദ്ദേശിക്കുന്നത്, യേശു ഭൂമിയിൽ വന്ന് മരിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. പാപികളായ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യേശു കാൽവറി ക്രൂശിൽ മരിച്ചു. അതാണ് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം. എന്നാൽ യേശു ഇത്രയും നാളിവിടെ ജീവിച്ചത്, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, 5 വയസ്സുള്ളപ്പോൾ യേശു മരിച്ചാലും പാപമോചനം നടക്കും. ദൈവമായ യേശു ഭൂമിയിൽ 5 വയസ്സ് വരെ ജീവിച്ചിട്ട് മരിച്ചാലും പാപമോചനം നടക്കും. പക്ഷേ 5 വയസ്സ് വരെ ജീവിച്ച ഒരു യേശുവിനെ നോക്കിക്കൊണ്ട് എനിക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയില്ല. ഒരു പൂർണ്ണ യുവത്വത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായി എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി ആ യേശുവിനെ എനിക്ക് അനുകരിക്കാനായിട്ട് കഴിയും. അപ്പോൾ എനിക്ക് അനുകരിക്കാൻ ഒരു മാതൃക തരാനാ യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21-ാമത്തെ വാക്യം, അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നോക്ക്, യേശു ഭൂമിയിൽ ജീവിച്ചു, യേശു മരിച്ചു, നമുക്ക് പകരമായിട്ട് മരിച്ചു. പക്ഷേ അവൻ ജീവിച്ചു. എന്താ? നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക, അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃക കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. മാതൃക
എന്തിനാ? നമ്മൾ അനുകരിക്കാൻ. യേശു ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം. യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. യേശു എങ്ങനെ ഇടപെട്ടോ അതുപോലെ നമ്മൾ ഇടപെടണം. മാതൃക, അതാണ് അനുകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മാതൃകയാണ് കർത്താവിൻ്റെ മനസ്സിലെ, അല്ലെങ്കിൽ കർത്താവ് പല കാര്യങ്ങളും ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മളതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകി. അത് സ്വാഭാവികമായി ഒരാൾ ചെയ്യുന്ന കാര്യം. നമുക്കിപ്പം അതൊരു ചടങ്ങെന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ശരിക്കും യേശു കർത്താവിൻ്റെ കാലയളവിൽ ഒരു വീട്ടിൽ അതിഥി വരുമ്പോൾ അവരുടെ കാല് കഴുകി സ്വീകരിക്കുന്നു. കാല് കഴുകി സ്വീകരിക്കുമ്പോൾ കാല് കഴുകുന്ന ആരാണെന്നറിയാമോ? ഒന്നുകിൽ ആ വീട്ടിലെ അടിമ. പണ്ടൊക്കെ വീടുകളിലെല്ലാം അടിമകളുണ്ടായിരുന്നു. അപ്പോൾ അടിമകൾ എന്തു ചെയ്യും? വരുന്ന അതിഥിയുടെ കാൽ കഴുകി അവരെ സ്വീകരിക്കും. ഇനി ഒരു വീട്ടിൽ അടിമയില്ല എന്നിരിക്കട്ടെ, ആരാ പോയി കാല് കഴുകുന്നത്? കാല് കഴുകുന്നത് ആ വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ്. ആ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾ. യു സി. പക്ഷേ ഇതിപ്പോൾ യേശു അന്ത്യ ദിവസങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ദിവസം, നമ്മളവിടെ വായിക്കുന്നതായ ഈ സമയത്ത് പെസഹ പെരുന്നാളിന് മുമ്പേ നടക്കുന്നതായ ഒരു കാര്യമാണ്. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ യേശു വീട്ടിൽ, അല്ലെങ്കിൽ യേശു കയറി, ഇത് യേശുവിൻ്റെ വീടല്ല, വേറൊരു വീടാണ്. അവിടെ ആർക്കും കാല് കഴുകാനായിട്ട് ശരിക്കും ഇല്ല, കാല് കഴുകാൻ ആളില്ല. അപ്പോൾ ആര് കഴുകണം? ഏറ്റവും ചെറിയ ആൾ കഴുകണം. ഈ ചെറിയ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ആരാ ചെറിയ ആൾ? ശിഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, ഞാൻ ചെറിയ ആളൊന്നുമല്ല, ഞാൻ ആരുടെയും കാലൊന്നും കഴുകത്തില്ല. കർത്താവ് എന്നെയാ സ്പെസിഫിക്കായിട്ട് വിളിച്ചിരിക്കുക, എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പാറയാന്നൊക്കെ, അറിയാമോ? അതുകൊണ്ട് ഞാൻ കഴുകത്തില്ല. അപ്പം പത്രോസ് കാല് കഴുകത്തില്ല. ഇനി ആര് കഴുകും? അന്ത്രയോസ് പറഞ്ഞു, പത്രോസേ, ഒരു കാര്യം നീ മറന്നു പോകരുത്, ആരാടാ നിന്നെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയത്? ഞാനാ കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാൻ കഴുകത്തില്ല, ഞാൻ ചെറിയ ആൾ അല്ല. സി. അപ്പോൾ ഒരു പക്ഷേ യോഹന്നാൻ പറഞ്ഞു കാണും, യേശുവിന് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, ഞാൻ യേശുവിൻ്റെ കൂടെ മുട്ടി നടക്കുന്ന ആളാണ്, ഞാൻ ആരുടെയും കാല് കഴുകത്തില്ല. അപ്പോൾ ആരും ചെറിയവരില്ല. പക്ഷേ യേശു എന്ത് ചെയ്തു? യേശു പെട്ടെന്ന് തുവർത്തെടുത്ത് വെള്ളം കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും കാൽ കഴുകി. ശരിക്കും യേശു കാൽ കഴുകിയപ്പോൾ യേശു പറയുന്നത്, ഞാൻ നിങ്ങളെക്കാളൊക്കെ ചെറിയ ആളാണ്. ചെറിയ ആളല്ല, കർത്താവും ഗുരുവുമായ ഞാൻ. യേശു കർത്താവാണ്, ഗുരുവാണ്, ഏറ്റവും വലിയ ആളാണ്. പക്ഷേ ഇറങ്ങി വന്ന് കാൽ കഴുകി. ഇസി. ഇവിടെ നമുക്ക് ഒരു മാതൃക, അവിടെ താഴെ പറയുന്ന കാര്യമുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഒരു ദൃഷ്ടാന്തം, an എക്സാമ്പിൾ. യേശുവിൻ്റെ ജീവിതത്തിലെ ഏത് കാര്യം നോക്കിയാലും നമുക്ക് പിന്തുടരുവാൻ ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുകയാണ്. നമുക്ക് അനുകരിക്കുവാൻ, അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ നമ്മൾ കണ്ടതാണ്. 2-ാമത്തെ അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. തൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ ഈ യേശുവിനെ നമുക്ക് അനുകരിക്കണം. ഈ യേശുവിനെ അനുകരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അനുകരിക്കുന്നത് ആരെ തന്നെയാണ്? ദൈവത്തെ തന്നെയാണ്. കാര്യം ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈ യേശുവാണ്. യേശു നടന്നതുപോലെ നമ്മൾ നടക്കണം. യേശു ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ നമ്മളും ട്രീറ്റ് ചെയ്യണം. യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം.
അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ അറിയണം. യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് അറിയണം. അറിയുമ്പോഴാണ് നമുക്ക് അത് അനുകരിക്കാൻ പറ്റുന്നത്. അനുകരിക്കണം, മാറി നിന്നുള്ളൊരു അനുകരണമല്ല. യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. ആളുകളുടെ കാല് കഴുകുന്നത് മാത്രമല്ല, യേശു ഓരോരുത്തരോടും എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ നമ്മൾ ആളുകളോട് ഇടപെടണം. യേശു ശിഷ്യന്മാരോട് എങ്ങനെ ഇടപെട്ടു? യേശു പരീശന്മാരോട് എങ്ങനെ ഇടപെട്ടു? യേശു തന്നെ തല്ലിയവരോട് എങ്ങനെ ഇടപെട്ടു? തന്നെ അടിച്ചവരോട്, തന്നെ ക്രൂശിച്ചവരോട് എങ്ങനെ ഇടപെട്ടു? ഓരോരുത്തരോടും യേശു എങ്ങനെ ഇടപെട്ടു? യേശു ആയിരുന്നെങ്കിൽ, എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ പറയും, യേശു ദൈവം അല്ലയോ, അപ്പോൾ ആ ദൈവിക ശക്തിയിൽ ഇതൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ മനുഷ്യനല്ലേ, നമുക്കെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ ബ്രദറെ, അപ്പം നമുക്ക് ഇതുവല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ ജഡത്തിലല്ലേ ജീവിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ജഡത്തിൽ നിന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരീരത്തിലാണ് ജീവിക്കുന്നതെന്ന്, അല്ലാതെ പാപജഡത്തിലല്ല നമ്മളിപ്പം ജീവിക്കുന്നത്. ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ സാജി ബ്രദറെ, പൗലോസ് പോലും എന്താ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനെന്നല്ലേ പൗലോസ് പോലും പറയുന്നത്. പിന്നെ നമ്മുടെ കാര്യം പറയണോ? പ്രിയമുള്ളവരെ, റോമാലേഖന 7-ാം അധ്യായത്തിൽ പൗലോസ് അത് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം അനുസരിച്ച് നടക്കാൻ നോക്കിയപ്പോൾ അന്നേരം ഞാൻ പാപത്തിന് അടിമയായിരുന്നു, എന്നാൽ ഇപ്പം ഞാൻ പാപത്തിന് അടിമയാണെന്നല്ല. സമയമില്ലാത്തതുകൊണ്ടാണ്. 7-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം അനുസരിച്ച് നടന്ന വ്യക്തി, അവന് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ആര് വിടുവിക്കുമെന്ന് ചോദിച്ചിട്ട് പറയുന്നു, യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആര് വിടുവിക്കും? യേശു വിടുവിക്കും. 7-ാം അധ്യായം അങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നതെങ്കിൽ 8-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അല്ലാതെ എന്നും ഞാൻ പാപത്തിൻ്റെ അടിമയായിരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മളോട് ആളുകൾ ചിലപ്പോൾ പറയും. അങ്ങനെ ആരാ ജീവിക്കുന്നത്? ചിലപ്പോൾ ചോദിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആരാ ബ്രദറായി ജീവിക്കുന്നത്? ഈ പറയുന്ന ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. എന്നിട്ട് പറയും, അത് സാരമില്ല, നമ്മൾ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശു ഒരിക്കൽ ജീവിച്ചിട്ടുണ്ട്, അത് മതി, അത് നമ്മുടേതായിട്ടങ്ങ് ദൈവം അങ്ങ് കണക്കാക്കും. ഇനിയിപ്പോൾ നീ ഒരു പാപം ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല, കാര്യം യേശു ഒരു നല്ല ജീവിതം ഇവിടെ ജീവിച്ചു, യേശു എൻ്റെ പകരക്കാരനാണ്. യേശു പകരക്കാരനാകുന്നത് കാൽവറി ക്രൂശിലാണ്. എൻ്റെ പകരക്കാരനാകുന്നത് എൻ്റെ പാപങ്ങൾക്ക് പകരം. എന്നാൽ ഇന്ന് യേശു എൻ്റെ പകരക്കാരൻ എന്നല്ല, ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. ഇന്നിപ്പോൾ യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം, യേശുവിനെ അനുകരിക്കണം. അല്ലാതെ നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ടീച്ചിങ് ഒരു വ്യക്തമായ ഒരു ടീച്ചിങ് അല്ല, ഒരു ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. യേശു ജീവിച്ചത് എന്തിനാ? ഇനി ഞാൻ ജീവിക്കണ്ട എന്ന് പറയാനല്ല. എൻ്റെ പകരക്കാരനായി യേശു ജീവിച്ച് കഴിഞ്ഞു, അത് ദൈവം അങ്ങ് കണക്കിട്ടു. യേശു ജീവിച്ചപ്പോൾ ഇനി ഞാൻ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യേശു എൻ്റെ പകരക്കാരനായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനല്ല. എന്തിനാണ് യേശു ജീവിച്ചത്?
നമുക്ക് അനുകരിക്കാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? അനുകരിക്കാനൊരു മാതൃക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതുപോലെ ജീവിക്കണം. അതിനല്ലേ മാതൃക. മാതൃക എന്തിനാ? മാതൃക ജീവിക്കാനാ. നീ ജീവിക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. മാതൃക വെച്ചേച്ചാ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ശക്തിയിൽ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നിലേക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനുള്ള ആത്മാവിനെ ദൈവം തന്നു, ജീവനെ ദൈവം തന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്തിന്? യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ. അതിനവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറയരുത് അഹങ്കാരി, അവൻ പറഞ്ഞ കേട്ടില്ലയോ, അവൻ അങ്ങനെ ജീവിക്കുന്നെന്ന്. അങ്ങനെയും പറയും ആൾക്കാർ. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അങ്ങ് ചെന്നെന്നല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. 1000 മീറ്റർ ഓടാനൊരു ടാർഗറ്റ്, ഒരു റേസ് ഉണ്ടെങ്കിൽ 1000 മീറ്ററിൻ്റെ അപ്പുറത്തെ ആ ടാർഗറ്റ് പോയിൻറ്റിൽ ഓടിത്തുടങ്ങുന്നതിൻ്റെ പിറ്റേ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളവിടെ ചെല്ലുന്നില്ല. ടാർഗറ്റ് മുന്നിലുണ്ട്, പക്ഷേ ഞാൻ ഓടുകയാണ്. ആ യേശുവിനെ പോലെ ആകുവാൻ ഞാൻ ഓടുകയാണ്. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പക്ഷേ അവസാനം പൗലോസ് എന്താ പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയുമോ അഹങ്കാരി, അവൻ പറഞ്ഞില്ലയോ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചെന്ന്. എവിടാ? ആരെങ്കിലും ഉണ്ടോ ഓടിത്തീർത്തവർ? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എല്ലാം ഓടിക്കൊണ്ടിരിക്കുക. നമ്മളെ ടാർഗറ്റ് വന്ന് തീർന്നെന്ന് പറയാൻ ഒരു പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞില്ലെന്നിരിക്കും. പക്ഷേ പുറകോട്ട് ഓടരുത്, സൈഡിലോട്ട് ഓടരുത്. ടാർഗറ്റ് നോക്കി ഓടിക്കൊണ്ടേയിരിക്കണം. ഇന്നലത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കണം ഇന്ന്. ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ മാതൃക വെച്ചേച്ച് പോയ ആ യേശുവിനെ നോക്കി ആ മാതൃകയിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങ് ചെന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും ചെല്ലാൻ കഴിയില്ല എന്ന് ചിലപ്പം പിശാചും പറയും. നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീ എത്ര ഓടിയാൽ എവിടെ ഓടാനാടാ എന്നൊക്കെ പിശാച് നമ്മളെ ഒരു പക്ഷേ നിരുത്സാഹപ്പെടുത്തും. ഇല്ല, ഞാൻ ഓടുന്നത് എൻ്റെ ശക്തിയിലല്ല. ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? സ്വന്തം ശക്തി കൊണ്ട് ആരും ജീവിച്ചിട്ടില്ല. സ്വന്തം ശക്തി കൊണ്ട്. അതുകൊണ്ടാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്നിലേക്ക് ജീവൻ വ്യാപരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. എന്നെ നയിക്കുന്നത്, എന്നെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ആ മാതൃകയിൽ ഓടുവാൻ എല്ലാവരും തീരുമാനിക്കണം. മുന്നോട്ട് ഓടണം. നമ്മൾ അങ്ങ് ചെന്ന് കാണത്തില്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അവൻ അപ്പനെ പോലെ നടക്കത്തില്ല. ചില സമയമെടുക്കും. 1 വയസ്സായി, അവൻ പെരിയ നടക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഉടനെ നമ്മളവനെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല. വീണ എഴുന്നേൽപ്പിക്കും, പിന്നെയും നടത്തും. ഇനി 10 പ്രാവശ്യം വീണെന്ന് വെച്ചു, ഓ നീ നടക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്, നിനക്കൊരിക്കലും നടക്കാൻ കഴിയത്തില്ല, നീ നടക്കത്തില്ല എന്ന് ഏതെങ്കിലും അപ്പൻ പറയുമോ? ഇല്ല. അപ്പൻ എന്ത് പറയും? മോനെ നീ വീണു, ശരിയാ, പക്ഷേ എന്നെപ്പോലെ നടക്കാനുള്ള ജീവൻ നിൻ്റെ ഉള്ളിലുണ്ട്, നീ നടക്ക്. അല്ലാതെ നിന്നെ കൊണ്ടൊരിക്കലും നടക്കാൻ കഴിയത്തില്ല, പിന്നെ നിനക്ക് പകരം ഞാൻ നടന്നോളാം എന്നാണോ അപ്പൻ പറയുന്നത്? അല്ല. അപ്പൻ അവനെ എൻകറേജ് ചെയ്യും. 2 വയസ്സായി, 3 വയസ്സായി, 4 വയസ്സായി, അവൻ അപ്പനെ പോലെ നടക്കാൻ തുടങ്ങും. പിന്നെ അപ്പൻ നടക്കുന്നത് പോലെ തന്നെ നടക്കും. ഇതുപോലെ യേശു നടക്കുന്നത് പോലെ നടക്കാൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു പക്ഷേ കഴിഞ്ഞില്ലെങ്കിലും
ഒരിക്കലും നടപ്പ് വേണ്ടാന്ന് വെക്കരുത്. എന്നെക്കൊണ്ട് നടക്കാൻ കഴിയത്തില്ല എന്ന് പറയരുത്. എന്നെക്കൊണ്ട് കഴിയും. എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. എൻ്റെ അപ്പൻ്റെ ജീവൻ എന്നിലുണ്ട്. ആ അപ്പൻ്റെ ജീവൻ പ്രാപിച്ച് ഞാൻ അപ്പനെ പോലെ എൻ്റെ അപ്പനെ ഞാൻ അനുകരിക്കും. അപ്പൻ നടന്നതുപോലെ ഞാൻ നടക്കും. ഹല്ലേലൂയ. അത് പുറത്തുനിന്നുള്ളൊരു അനുകരണമല്ല. കാര്യം എൻ്റെ ഉള്ളിൽ ആ ജീവനുണ്ട്. എൻ്റെ അപ്പൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുണ്ട്. വീണ്ടും ജനിച്ചവർക്കേ ഇത് പറ്റുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അത് ശരിയാ. വീണ്ടും ജനിക്കാത്തവർക്ക് ഇത് പറ്റത്തില്ല. വീണ്ടും ജനിച്ച് അപ്പൻ്റെ ജീവൻ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ മാതൃകയാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, യേശു ദൈവമായിരുന്നില്ലേ? അപ്പം യേശു ജീവിച്ചത്, ഒരു കാര്യം മനസ്സിലാക്കണം, യേശു വിശുദ്ധ ജീവിതം ജീവിച്ചത് ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ പലരും പറയുന്നത് പോലെ ദൈവിക ശക്തി അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടല്ല. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ വിശുദ്ധ ജീവിതം ജീവിച്ചെങ്കിൽ അവൻ മനുഷ്യനായി തന്നെയാണ് ജീവിച്ചത്. യേശു തനിക്ക് വേണ്ടി തന്നെ ഒരു സ്വർഗീയ ശക്തി തനിക്ക് വേണ്ടി തന്നെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, ദൈവിക ശക്തിയാണ്. പക്ഷെ തനിക്ക് വിശന്നപ്പോൾ അവനൊരു അത്തിപ്പഴമെങ്കിലും കൊതിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവനൊരിക്കലും ദൈവശക്തി അവന് വേണ്ടി തന്നെ ഉപയോഗിച്ചില്ല. ഹി വാസ് ഓൾവേസ് എ മാൻ. ഒരു മനുഷ്യനായിട്ടാണ് യേശു ജീവിച്ചത്, ഒരു മനുഷ്യനായിട്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ജീവിതമാണ് യേശു നമുക്ക് തന്നത്. ദൈവം എനിക്കൊരിക്കലും എടുക്കാൻ വയ്യാത്തൊരു ചുമട് എൻ്റെ തലയെ വെച്ച് കെട്ടത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എടുത്ത് കാണിച്ചു തരാം. നിന്നെപ്പോലെ ജീവിച്ച്, ഒരു മനുഷ്യനായി ജീവിച്ച്, ദൈവശക്തി ഉപയോഗിച്ച് അമാനുഷികമായിട്ടല്ല. അവന് പ്രലോഭനങ്ങൾ വന്നപ്പോഴും പ്രലോഭനങ്ങളിൽ അവൻ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിക്കുന്നത്. പ്രലോഭനങ്ങളിൽ നിന്ന് വിജയിക്കാനായിട്ട് ദൂതന്മാർ വന്നില്ല. കാര്യം എന്താ? നമുക്കൊരു മാതൃക തരാനാണ് യേശു കർത്താവ് അവിടെയും ചെയ്യുന്നത്. കംപ്ലീറ്റായിട്ട് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട്. യേശു പൂർണ്ണ ദൈവമാണ്, അതേപോലെ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ ദൈവികത ഉരിഞ്ഞു വെച്ചെന്നാണ് പറയുന്നത്. നമ്മൾ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഭൂമിയിൽ വന്ന് ജീവിച്ചപ്പോൾ കർത്താവ് തീരുമാനിച്ചു, ഞാൻ ആ ദൈവത്തോടുള്ള സമത്വം ഞാൻ പിടിച്ചിട്ട് ഇവിടെയും ഞാൻ ആ ദൈവിക ശക്തി ഉപയോഗിക്കുകയില്ല. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞാൻ ദൈവശക്തി ഉപയോഗിക്കത്തില്ല. എനിക്ക് വിശക്കുമ്പോൾ ദൈവശക്തി ഉപയോഗിക്കത്തില്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനായി ജീവിച്ചു യേശു. ഒരു മനുഷ്യനായി ജീവിച്ച് വിശുദ്ധ ജീവിതം ജീവിച്ചു. അതാ എഴുതിയിരിക്കുന്നത്. അവിടെ അടുത്ത വാക്യത്തിൽ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ്. അവൻ തന്നെത്താൻ ഒഴിച്ചു. അതായത് അവൻ ദൈവമാണ്, പക്ഷേ ആ ദൈവികത മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉപയോഗിച്ചു. പക്ഷേ അവന് വേണ്ടി തന്നെ അവൻ ആ ദൈവികത ഉപയോഗിച്ച് എന്തെങ്കിലും പ്രിവിലേജസ്, ആ ദൈവികമായ പ്രിവിലേജ് അവൻ എടുത്തില്ല. ഹി വാസ് മാൻ, ഹി വാസ് ലിവിങ് ആസ് എ മാൻ. അവൻ എപ്പോൾ വേണമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ അവൻ തന്നെത്താൻ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവനെ ആരും അങ്ങനെ ആക്കിയതല്ല. അവൻ തീരുമാനമെടുത്തു, ഞാനത് ഉപയോഗിക്കത്തില്ല. എന്തിനാ?
എനിക്കൊരു മാതൃക വെച്ചേച്ച് പോകാനാണ് ഞാൻ വന്നത്. ദൈവിക ശക്തി ഉപയോഗിച്ചത് ആർക്ക് വേണ്ടിയാ? എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി. അതുപോലെ നമ്മളും വേണം, ചെയ്യണം. ദൈവിക ശക്തിയിൽ മറ്റുള്ളവരെ സഹായിക്കണം. അതും മാതൃകയാണ്. അതും മാതൃകയാണ്. കർത്താവിൻ്റെ മനസ്സലിവ് മാതൃകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അവർ ഭക്ഷണമില്ലാതെ വിഷമിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സലിഞ്ഞു. എത്രയോ സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൻ മനസ്സലിഞ്ഞു. മനസ്സലിവ് യേശുവിൻ്റെ പ്രത്യേകതയാണ്. അത് നമുക്കുണ്ടാകണം. പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ദുരിതമനുഭവിക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിവുണ്ടാകണം. അത് കർത്താവിൻ്റെ മാതൃകയാണ്. അവൻ തന്നെത്താൻ ഒഴിച്ചു. അവൻ ഒരിക്കലും എന്തു ചെയ്തില്ല? ദൈവിക ശക്തി ഉപയോഗിച്ചല്ല പാപത്തിൻ്റെ മേൽ അവൻ ജയം നേടിയത്. പ്രത്യുത ഹി വാസ് എ മാൻ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ രീതിയിലും. എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ, ജഡരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തോടു കൂടിയവനായി. കാരണം ആരെ രക്ഷിക്കാൻ അവൻ വന്നത്? മക്കൾ. അല്ലെങ്കിൽ മക്കൾ ആരാണ്? നമ്മൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ ശരീരമുള്ളവരാ, ജഡരക്തങ്ങളോട് കൂടിയവരാ. ശരീരത്തിൽ ജീവിക്കുന്ന എന്നെ പോലെ അവൻ ശരീരത്തിൽ ജീവിച്ചു. യു സീ ദ ഡിഫറൻസ്. യേശു എന്നെയും നിങ്ങളെയും പോലെ ശരീരത്തിൽ ജീവിച്ചു. അവൻ ദൈവമാണ്, പക്ഷെ അവൻ ജീവിച്ചത് ശരീരത്തിലാണ്. എന്നിട്ട് താഴെ നമ്മൾ വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. കാരണം നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും നമ്മളോട് സഹതാപം കാണിക്കുവാനുള്ള ഒരു മഹാപുരോഹിതനാണവൻ. ഏത് സാഹചര്യത്തിലും യേശുവിനോട് ആർക്കും പറയാൻ പറ്റത്തില്ല, അത് നിനക്ക് മനസ്സിലാകത്തില്ല, എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അങ്ങനല്ല. ഞാൻ ജോണി എറിക്സനെ കുറിച്ചൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പലരും വായിച്ചിട്ടുണ്ട്. ജോണിയുടെ അനേക പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു അനുഭവം അവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ജോണി എറിക്സൺ 16-ാമത്തെ വയസ്സിൽ ഡൈവിങ് ആക്സിഡൻ്റ് ഉണ്ടായി, ക്വാഡ്രിപ്ലെജിക്കായിട്ട് ശരീരം മുഴുവൻ തളർന്നുപോയി. കയ്യോ കാലോ ഒന്നും അനക്കാൻ പറ്റിയില്ല. ആകെ തല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കാം, സംസാരിക്കാം. കൈ അനക്കാൻ പറ്റത്തില്ല, കാലനക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. അവരുടെ സഹോദരി ജയ് അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 8 മണി 9 ആകുമ്പോഴത്തേക്ക് അവർ ജോണിയോട് പറയും, ജോണി ബായ്, ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ എന്ന് പറഞ്ഞാൽ അവരുടെ മുറിയിലേക്ക് പോകും. പിന്നെ ജോണി തന്നെ ഈ സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. പിന്നീട് അവർ വീൽ ചെയറിലൊക്കെ വന്നു, പക്ഷേ അന്ന് സ്ട്രെച്ചറിലേ പറ്റുള്ളൂ, വീൽ ചെയറിൽ പോലും പറ്റത്തില്ല. അങ്ങനത്തെ സാഹചര്യം. അങ്ങനെ കിടന്നപ്പോൾ ഇവൾ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, കർത്താവേ, എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാ. കരഞ്ഞാൽ കണ്ണീര് തുടച്ചു തരാൻ ആരുമില്ല. ഇനി നാളെ രാവിലെ മാത്രമേ ജയ് വരത്തുള്ളൂ. കരഞ്ഞാൽ എൻ്റെ മൂക്കൊലിച്ചാൽ എൻ്റെ മൂക്ക് തുടച്ചു തരാൻ ആരുമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എൻ്റെ കർത്താവ് അവളോട് പറഞ്ഞു, ജോണി, നോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് മനസ്സിലാകും. എങ്ങനെ? നീ എന്തെങ്കിലും ഇങ്ങനെ തളർന്നു കിടന്നിട്ടുണ്ടോ? നീ എന്തെങ്കിലും പാരലൈസ്ഡ് ആയിട്ടുണ്ടോ? എൻ്റെ കർത്താവ് പറഞ്ഞു, യെസ്. എപ്പോഴ്? നീ തളർവാദ രോഗികളെ സൗഖ്യമാക്കിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ നീ എന്നാ തളർന്നു കിടന്നത്? എപ്പോഴാണ് നിനക്ക് നിൻ്റെ കയ്യും കാലും അനക്കാൻ വയ്യാതെ വന്നത്? ഉടനെ യേശു പറഞ്ഞു, ജോണി, ഓൺ ദ ക്രോസ്, ക്രൂസിൽ ഞാൻ നിൻ്റെ അവസ്ഥയിലായിരുന്നു. പടയാളികൾ എൻ്റെ കരണത്തടിച്ച് തുപ്പിയ തുപ്പൽ ഒലിച്ചിറങ്ങിയപ്പോൾ, തലയിൽ നിന്ന് മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകുന്ന ചോര ഒലിച്ചിറങ്ങിയപ്പോൾ, എൻ്റെ വിയർപ്പ് ഒലിച്ചിറങ്ങിയപ്പോൾ എനിക്കത് തുടച്ചു കളയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജോണി, ഐ വാസ് പാരലൈസ്ഡ് ഓൺ ദ ക്രോസ്. ഞാൻ ക്രൂശിൽ നിൻ്റെ അവസ്ഥയിലാണ്. എൻ്റെ മുഖം തുടയ്ക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട്.
ഈ സാഹചര്യത്തിലും എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഏത് ജീവിതാവസ്ഥകളും മനസ്സിലാക്കുവാൻ കഴിയുന്നവനായ യേശു. എന്തുകൊണ്ടാണ്? സകലത്തിലും അവൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നത്. സകലത്തിലും, എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ ഒക്കെ കർത്താവിന് മനസ്സിലാകും എന്നുള്ളത് നിങ്ങൾ അറിയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമുക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയ യേശു, ആ യേശുവിന് ആ സമയങ്ങളിലുണ്ടായിരുന്ന പ്രതികരണം എങ്ങനെയാണ്, അത് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം മനുഷ്യനായി വന്നപ്പോഴാണ് ദൈവം എങ്ങനെ ഇടപെടുമായിരുന്നെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ദൈവം എങ്ങനെ ഇടപെടുമായിരുന്നു. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാർ കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് കർത്താവ് അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അതിൻ്റെ 17-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന എൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താ ഈ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പിതാവേ, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണ് എന്ന് പറഞ്ഞു എന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിപ്പോൾ യേശു പറയേണ്ട കാര്യമില്ല. അതിന് മുമ്പേ തന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ പേര് യഹോവയാണെന്നുള്ളത്. പക്ഷെ എന്താണ് ഇവിടെ നാമം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്? നാമം എന്ന് പറയുന്നത് സ്വഭാവമാണ്. ഇപ്പം യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉപായി എന്നാണ്. അവൻ്റെ സ്വഭാവമാണ്. യേശു പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മക്കൾക്ക് നീ എങ്ങനെയുള്ളവനാണെന്ന്, നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം യേശു തൻ്റെ ജീവിതത്തിലൂടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തെ അനുകരിക്കാം. എന്ത് ചെയ്താൽ മതി? യേശുവിനെ അനുകരിച്ചാൽ മതി. വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അവിടെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ എനിക്ക് തന്ന വചനം, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ നാമം വെളിപ്പെടുത്തി, സ്വഭാവം വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യവർഗത്തോട് പറയാനുള്ളത് എന്താണോ അത് യേശു വെളിപ്പെടുത്തി തന്നു. അതും ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. വചനവും വെളിപ്പാടാണ്. യേശുവിൻ്റെ സ്വഭാവം നോക്കി നമ്മൾ യേശുവിനെ പോലെയാകണം. യേശുവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ യേശുവിനെ പോലെയാകണം. ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ളത് യേശുവിൻ്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെട്ടു. യേശു പറഞ്ഞ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണമൊക്കെ കുത്തിയിരുന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം വെളിപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം സ്വഭാവം വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തി വചനത്തിലൂടെ. എന്ന് തന്നെയല്ല, ദൈവത്തിൻ്റെ മഹത്വവും നമുക്ക് തന്നിട്ടുണ്ട്. ആ ദൈവത്തെ പോലെ ജീവിക്കാൻ ആവശ്യമായ ശക്തിയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഒന്ന്, ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തി, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് വചനത്തിലൂടെ വെളിപ്പെടുത്തി. എന്ന് തന്നെയല്ല, മഹത്വം എന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞവൻ, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയവൻ, അതാണ് നാമം. ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിയവൻ, അതാണ് വചനം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് നൽകിക്കഴിഞ്ഞിട്ട് അതനുസരിക്കാനുള്ള ശക്തിയും കൂടെ തന്നു. നിൻ്റെ മഹത്വം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി, അവർക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന അതാണ്,
നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. വെളിപ്പെടുത്തി എന്നുള്ള വാക്കിനേക്കാൾ അവിടെ എഴുതിയിരിക്കുന്നത് കൊടുത്തിരിക്കുന്നു. അതായത് ദൈവശക്തിയും കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമം വെളിപ്പെടുത്തി, അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി, അവൻ്റെ ഹൃദയം വെളിപ്പെടുത്തി, അതനുസരിക്കാനുള്ള ശക്തിയും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്ക് ദൈവത്തെ അനുകരിക്കാനായിട്ട് കഴിയും. ദൈവത്തെ അനുകരിക്കാൻ യേശുവിനെ അനുകരിച്ചാൽ മതി. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, യേശുവിനെ അനുകരിക്കുക. എന്നാൽ 5-ാം അധ്യായത്തിൽ പറയുന്ന ആ വാക്യത്തിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ എങ്ങനെയാണ് അനുകരിക്കേണ്ടത്? മക്കൾ എന്നതുപോലെ അനുകരിക്കണം. പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുക. അനുകരണം പല രീതിയിലുണ്ട്. ഇപ്പോൾ മാറി നിന്ന് അനുകരിക്കാൻ പറ്റും. ഇപ്പം പിള്ളേരൊക്കെ സിനിമാ നടന്മാർ മുടി വെട്ടുന്നത് പോലെ മുടി വെട്ടും, അവർ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ ഡ്രസ്സ് ധരിക്കും, ഇല്ലേ? അതൊക്കെ ഒരു അനുകരണമാണ്. പക്ഷെ അതും അവരുടെ ജീവിതവുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ല. മാറി നിന്നുള്ള അനുകരണം. ലോകത്തിൻ്റെ അനുകരണമൊക്കെ മിക്കവാറുമൊക്കെ വേഷം അനുകരിക്കുകയാണ്, അല്ലെങ്കിൽ ആ രീതി അനുകരിക്കുകയാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അനുകരണം എന്ന് പറയുമ്പോൾ നോക്കിക്കണ്ട് അനുകരിക്കുന്നതുണ്ട്. അനുകരിക്കുക. ഇപ്പം മഹാത്മാഗാന്ധി പറഞ്ഞു, യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, നിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അക്രമരാഹിത്യത്തിലൂടെ ഇന്ത്യയെ നേടും എന്നൊക്കെ പറഞ്ഞ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധി ദൈവമകനായതുകൊണ്ടൊന്നുമല്ല. യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കി കൊള്ളാം എന്ന് തോന്നിയപ്പം അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആ അനുകരണവും മക്കളെന്ന നിലയിലുള്ള അനുകരണം അല്ല. മഹാത്മാഗാന്ധി വീണ്ടും ജനിച്ചതൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. നല്ല കാര്യമാണ്, യേശു പറഞ്ഞ കാര്യങ്ങൾ അനുകരിക്കണമെന്ന് പറയുന്നു. യേശു പറഞ്ഞ കാര്യങ്ങൾ, അവൻ്റെ വാക്കുകൾ അനുകരിക്കണം എന്ന് പറയുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, മഹാത്മാഗാന്ധി അനുകരിക്കുന്ന പോലെയല്ല. എന്നാൽ യേശുവിനെ അനുകരിക്കേണ്ടത് മാറി നിന്ന് അനുകരിക്കുകയല്ല. ഇവിടെ പറയുന്ന വാക്കെന്താണ്? പ്രിയ മക്കൾ എന്ന പോലെ. അതായത് ദൈവത്തെ അനുകരിക്കേണ്ടത് ദൈവത്തിൻ്റെ മക്കളായിക്കൊണ്ടാണ് ദൈവത്തെ അനുകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. പ്രിയ മക്കൾ എന്നതുപോലെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മകനായാലേ പറ്റൂ, അല്ലാതെ പറ്റില്ല. മക്കൾ എന്നതുപോലെ അനുകരിപ്പീൻ എന്ന് പറയുമ്പോഴും മകനാകാതെ, മക്കളാകാതെ നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയില്ല. മാറി നിന്ന് ഇപ്പോൾ യേശുവിനെ അനുകരിക്കണമെങ്കിൽ യേശുവിൻ്റെ മകനാകണം, അല്ലാതെ ഒരുത്തനെ കൊണ്ടും പറ്റത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആർക്കാ യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നത്? ആർക്കേ പറ്റുള്ളൂ? മക്കൾക്കേ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും പറ്റത്തില്ല. എത്ര പരിശ്രമിച്ചാലും പറ്റത്തില്ല. കുറച്ചൊക്കെ യേശു പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ പരിശ്രമിച്ചെന്നിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ യേശുവിനെ അനുകരിക്കുന്നത് ആരാണ്? മക്കൾ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മക്കളാകണം. അനുകരിക്കണമെങ്കിൽ മക്കളാകണം. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, മാറി നിന്ന് യേശുവിനെ അനുകരിക്കുന്നത് നമുക്ക് യേശുവിൻ്റെ ചില വാക്കുകളൊക്കെ, അതിപ്പോൾ ആരെയെങ്കിലും മഹാത്മാഗാന്ധിയെ അനുകരിക്കുന്നത് പോലെ യേശുവിനെ അനുകരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനല്ല യേശുവിനെ അനുകരിക്കേണ്ടത്, യേശുവിൻ്റെ മകനായിക്കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ, എങ്ങനെയാണ് യേശുവിൻ്റെ മകനാകുന്നത്? നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇതറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് മകനാകാൻ കഴിയുന്നത്? മകനായാലേ അനുകരിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ മകനാകാൻ പറ്റും? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യം, മകനാകാനുള്ള കാര്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട്. അവൻ മകനാകണമെങ്കിൽ ആദ്യം അവനെ കൈക്കൊള്ളണം. ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. ഇതെല്ലായിടത്തും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ആഫ്രിക്കയിലൊക്കെ എല്ലായിടത്തും. കാര്യം ആഫ്രിക്ക തന്നെയല്ല, ഇവിടെ എല്ലാം നമ്മൾ പഠിക്കണം. കാര്യം
സഭയിൽ വന്നതുകൊണ്ട് ഒരാൾ ദൈവം മകനാകണമെന്ന് നിർബന്ധമില്ല. പാട്ട് പാടിയത് കൊണ്ടും ദൈവം മകനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെയും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ മകനാകണമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവനെ ഉള്ളിൽ കയറ്റിയിരുത്തണം. റിസീവ് ഹിം ഇൻ. അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉള്ളിൽ കയറ്റിയിരുത്തി. അങ്ങനെ മാത്രമേ നമുക്ക് മകനാകുവാൻ പറ്റുകയുള്ളൂ. ഉള്ളിൽ കയറ്റിയിരുത്തി. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പം ജനനം നടക്കണം, ദൈവത്തിൽ നിന്ന് ജനിക്കണം, അല്ലാതെ പറ്റില്ല. അല്ലാതെ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നത് പറ എല്ലാവരും. ജെസ്സി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ അവിടുത്തെ പാസ്റ്റർ പിള്ളേരെല്ലാം കൂടെ നിന്നപ്പോഴത്തേക്ക് പറഞ്ഞു, എല്ലാ പിള്ളേരും എഴുന്നേറ്റ് നിന്നു. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരെയും കൊണ്ടും പറയിച്ചു. അത്രയെങ്കിലും ആട്ടെ, ഇന്നിപ്പോൾ അതുപോലും ഇല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ അത് ഹൃദയത്തിൽ നിന്നൊന്നും പറഞ്ഞൊന്നുമല്ല. എല്ലാവരും പറഞ്ഞു ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, ഇരുന്നു. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഇരുന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഇരുന്നു. അങ്ങനെ ഒന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മകനാകത്തില്ല. മകനാകണമെങ്കിൽ ജനനം നടക്കണം, അല്ലാതെ മകനാകത്തില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ മാത്രമാണ് ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിൽ നിന്ന് ജനിക്കാൻ എന്താണ് മാർഗം? പുതുജനനത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കണം. കാര്യം വീണ്ടും ജനിക്കാത്ത ഒരാളും സ്വർഗത്തിൽ പോകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനിക്കണമെങ്കിൽ യേശു ഉള്ളിൽ കയറിയിരിക്കണം. അല്ലാതെ വെറുതെ ഒരു സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അവനെ ഉള്ളിൽ കയറ്റിയിരുത്തണം. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ് ജോണി ജിമ്മി എന്ന് പറയുന്ന 2 പിള്ളേർ. അതിനകത്ത് ജിമ്മിയുടെ ദേഹത്തെല്ലാം ഭയങ്കര ബോയിൽസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണി ഇവനോട് ചോദിച്ചു, എൻ്റെ ജിമ്മി എന്തു പറ്റിയടാ, നിൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ഈ കുമ്പളകൾ പോലെ എല്ലാം പഴുത്ത് നിൽക്കുന്നത്? എന്തോ പറയാനാ, എനിക്കറിയത്തില്ല എന്തോ പറ്റിയെന്ന്. എന്നിട്ട് നീ ആശുപത്രിയിൽ പോയോ? ആശുപത്രിയിൽ എന്തിനാ പോകുന്നത്? എടാ ആശുപത്രി പോകണം, അസുഖം വന്നാൽ ആശുപത്രി പോകണ്ടേ? നിന്റെ രോഗം മാറണമെങ്കിൽ ആശുപത്രി പോകണം. ആശുപത്രി പോയാൽ എൻ്റെ ഈ ബോയിൽസ് എല്ലാം പോകുമോ? നീ ആശുപത്രി പോ, അതിനല്ലേ ആശുപത്രി. പിറ്റേ ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, നീ ആശുപത്രി പോയോ? പോയി. എന്നിട്ട് ഞാൻ പോയിട്ടെങ്കിൽ പോന്നു. നീ പറഞ്ഞില്ലേ ആശുപത്രി പോകണമെന്ന്? ഞാൻ പോയി. എടാ ഡോക്ടറെ കണ്ടില്ലേ? അത് നീ പറഞ്ഞില്ലല്ലോ. എടാ ഡോക്ടറെ കാണണം, ഡോക്ടർ പറയുന്നത് എന്താണെന്നുള്ളത് കേൾക്കണം. പിറ്റേ ദിവസം അവൻ പോയി. നീ ആശുപത്രി പോയോ? പോയി. ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ഇതൊരു പ്രത്യേക വൈറസ് കൊണ്ടുണ്ടാകുന്നതാണ്. സിന്നോള എന്ന് പറഞ്ഞൊരു വൈറസാണ്. ഞാൻ ഇട്ട പേരാ സിന്നോള. എബോള അല്ല, സിന്നോള എന്ന് പറഞ്ഞൊരു വൈറസാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഇതിനൊരു മെഡിസിൻ ഉണ്ട്, ഒരു ആൻറ്റിബയോട്ടിക്കാണ്. അതിൻ്റെ പേര് ക്രോസോസിലിൻ എന്നാണ്. ക്രോസോസിലിൻ. അത് ഞാൻ കുറിച്ച് തരാമെന്ന് പറഞ്ഞു. അവൻ കുറിച്ച് കൊടുത്തു. അപ്പം ജിമ്മി പറഞ്ഞു, ദേ ആ കുറിപ്പടി എൻ്റെ കയ്യിലുണ്ട്, എന്തിയെ മരുന്ന് എന്തിയെ? അത് ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ഈ കുറിപ്പടിയും കൊണ്ട് വന്നു, ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിച്ച് പഠിക്കുക ഞാൻ. ക്രോസോസിലിൻ. അങ്ങനെ വായിച്ചാൽ രോഗം മാറുമോ? ഇല്ല. ജിമ്മി പറഞ്ഞു, മോനെ നീ ഇത് വായിച്ചോ? ചിലർ പറയുന്നത് ഞാൻ വേദോസമൊക്കെ വായിക്കുന്നുണ്ടെന്നാണ്, ചിലർ പറയുന്നത് ഞാൻ പള്ളിയിൽ പോകുന്ന, ചർച്ചിൽ പോകുന്നുണ്ട്. അതാ ഡോക്ടറെ കണ്ടു, ആശുപത്രി പോയാൽ രോഗം പോകണമെന്നില്ല. അതുപോലെ പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം രോഗം മാറത്തില്ല. ഡോക്ടറെ കണ്ട് മെഡിസിൻ കിട്ടി, അത് വായിച്ചുകൊണ്ടിരുന്നിട്ട് രോഗം മാറത്തില്ല. നീ ഫാർമസി പോയി അത് വാങ്ങിക്കണം. അവൻ പിറ്റേ ദിവസം പിന്നെയും പോയി. നീ ഫാർമസി പോയോ? വാങ്ങിച്ചോ? ഇതാണ് ക്രോസോസിലിൻ, എൻ്റെ കയ്യിലുണ്ട്. നീ ഇത് കഴിച്ചില്ലേ? ഇല്ല. പിന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ക്രോസോസിലിൻ സിനോള ബാക്ടീരിയയെ ഇല്ലാതാക്കുന്ന മെഡിസിനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ രോഗം മാറുമോ? വിശ്വസിക്കണം, പക്ഷേ വിശ്വസിച്ചുകൊണ്ട് മാത്രം രോഗം മാറത്തില്ല.
എടാ അത് പോരാ, നീ ഇത് കഴിക്കണം. ഇല്ല, ഇന്നലെ രാത്രി ഞാനൊരു പാട്ടും ഉണ്ടാക്കി ഇതിനെക്കുറിച്ച്. അത് ഞാൻ ഇന്നലെ പാടിക്കൊണ്ടാണ് കിടന്നുറങ്ങിയത്. വാട്ട് എ വണ്ടർഫുൾ ആൻറ്റിബയോട്ടിക്, ഓൾ മൈ സിനോള ബാക്ടീരിയ വിൽ ഗോ. പാട്ട് ഉണ്ടാക്കി. ചിലർ ഇതിങ്ങനെ പാട്ടൊക്കെ പാടിയാൽ, പാട്ട് പാടണം, പാട്ടൊക്കെ പാടിയാൽ രോഗം മാറുമെന്ന് അല്ല. ജോണി പറഞ്ഞു ഇല്ല, ഇതകത്ത് ചെല്ലണം. ഒടുവിൽ അവൻ ആ സിനോള ബാക്ടീരിയയ്ക്ക് വേണ്ടിയുള്ള ക്രോസോസിലിൻ എന്ന ടാബ്ലറ്റ് തിന്നു. ക്രോസോസിലിൻ അകത്ത് ചെന്നപ്പോൾ സിനോള ബാക്ടീരിയ പുറത്ത് ചാടി. ഇതുപോലെ യേശുവിനെ ഉള്ളിൽ കയറ്റുമ്പോൾ പാപത്തിൻ്റെ വൈറസ് പുറത്ത് ചാടും. ആ ഉള്ളിൽ കയറ്റുന്നവനാണ് ക്രിസ്ത്യാനി. ഹൂ ഈസ് എ ക്രിസ്ത്യൻ? എ ക്രിസ്ത്യൻ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഇൻ. ക്രിസ്തു ഉള്ളിലുള്ളവനാണ്. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്നറിയാമോ? അങ്ങനെ യേശുവിനെ ഉള്ളിൽ കയറ്റുമ്പോൾ പുറത്ത് നിർത്തിയാൽ പോരാ. ചിലപ്പോൾ എന്നാണെന്നറിയാമോ, നമ്മൾ ഈ ബ്ലെസ്സിങ്സ് എല്ലാം സ്വീകരിക്കും, പക്ഷേ യേശു പുറത്തും ബ്ലെസ്സിങ് അകത്തുമാണ്. ദൈവം നിനക്കൊരു കാറ് തരും, കാറ് കിട്ടി, പക്ഷേ യേശു പുറത്താ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആഹാരം കഴിച്ചു, ആഹാരം അകത്ത് പോയി, പക്ഷേ യേശു പുറത്താ. അങ്ങനെ പലരും ഉണ്ട്. യേശുവിൽ നിന്നെല്ലാം സ്വീകരിക്കും, പക്ഷേ യേശുവിനെ പുറത്ത് നിർത്തിയിരിക്കുക. യേശു അകത്ത് കയറണം. അകത്ത് കയറുമ്പോൾ നമ്മൾ പുതുതായി ജനിക്കുകയാണ്. അങ്ങനെയുള്ളവൻ, ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അതിനെക്കുറിച്ചെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എല്ലാം നമുക്ക് പറയാനുണ്ട്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ജനനം നടക്കണമെങ്കിൽ യേശുവിനെ ഉള്ളിൽ കയറ്റിയിരുത്തണം, അവനെ കർത്താവാക്കണം. അവൻ മാത്രമാണ് ദൈവ പൈതൽ. യേശുവിനെ ഉള്ളിൽ കയറ്റിയാൽ സംഭവിക്കുന്നതെന്നറിയാമോ? യേശുവാ പിന്നെ ഉള്ളിലിരിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതം യേശുവിൻ്റെ ജീവിതമാണ്. ഞാൻ ജീവിക്കുന്നത് യേശുവിൻ്റെ പകരക്കാരനായിട്ടാണ്. യേശു ക്രൂശിൽ എൻ്റെ പകരക്കാരനായിരുന്നു. ഇപ്പോൾ യേശു എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. യു സീ ദ ഡിഫറൻസ്. ഗലാത്യർ 2:20 നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ക്രിസ്തുവാണ് ചെയ്യുന്നത്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കണ്ട് ചിന്തിച്ചൊന്നുമല്ല. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, ഞാൻ ദൈവ പൈതലായതുകൊണ്ട് എന്നിലൂടെ യേശു ചെയ്യുകയാണ്. മകനായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. മകൻ്റെ അനുകരണം എന്ന് പറയുന്നത് ജീവനുള്ള അനുകരണമാണ്, നോക്കിക്കണ്ടുള്ള അനുകരണമല്ല. കാര്യം അവനിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഞാൻ യേശുവിലും യേശു എന്നിലും. നമ്മളെ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ മുന്തിരിവള്ളിയുടെ ഉപമ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശ്രുതിയുള്ളവരാകുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. കൊമ്പ് കായ്ക്കുന്നത് മുന്തിരിയിൽ വസിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ യേശുവിൽ ഞാൻ വസിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ മകനാണ്. മുന്തിരിയുടെ കൊമ്പ് കായ്ക്കുമ്പോൾ നമ്മളാരും പറയാറില്ല മുന്തിരിയുടെ കൊമ്പ് കായ്ച്ചെന്ന്. നമ്മൾ പറയുന്നത് മുന്തിരി കായ്ച്ചെന്നാ. എന്നതുപോലെ യേശു എന്നിൽ വസിക്കുമ്പോൾ യേശുവാണ് ഫലം, യേശുവിൻ്റെ ഫലമാണ് എന്നിലൂടെ പുറത്തു വരുന്നത്. യേശു എന്നിൽ വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അങ്ങനെയാകുമ്പോൾ നാച്ചുറലി എൻ്റെ പ്രവൃത്തികൾ യേശുവിൻ്റെ പ്രവൃത്തികളാകും. മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോഴാണ്. മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. മുന്തിരിയുടെ ഫലമാണ്, അത് കൊമ്പിൻ്റെ ഫലമല്ല. പിന്നെ ഈ ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അത് കൊമ്പൊന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട്
മുന്തിരിയിൽ വസിച്ചാൽ ഫലം കായ്ച്ചിരിക്കും. ഇതുപോലെ യേശുവിൽ ഞാൻ വസിച്ചാൽ, യേശു എന്നിൽ വസിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിൻ്റെ ഫലം എന്നിൽ നിന്ന് പുറത്തു വരും. പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തിലാണ് സ്നേഹിക്കുന്നത്. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും എല്ലാം എനിക്ക് കഴിയുന്നതായ ഒരു കാര്യം. എല്ലാ രീതിയിലും നമ്മൾ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അനുകരിക്കുന്നതായ ഒരു അവസ്ഥ, അതാണ് നമ്മൾ കാണുന്നത്. യേശുവിനെ, അതായത് അത് കഷ്ടപ്പെട്ട് അനുകരിക്കുകയല്ല, പ്രത്യുത ജീവൻ, എൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ജീവൻ തുടിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ആ രീതിയിൽ നമ്മൾ അങ്ങനെ യേശുവിൽ ജീവിച്ച് തുടങ്ങുകയാണ്. മുന്തിരിയുടെ കൊമ്പ് അങ്ങോട്ട് മുളച്ചാൽ പിറ്റേ ദിവസം ഫലം കായ്ക്കുകയല്ല, പ്രത്യുത അവനിൽ വളരുകയാണ്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ കൊമ്പ് അതേപോലെ തന്നെ. ഇപ്പോൾ കർത്താവിൽ വളരുന്നതും ഇതുപോലെയാണ്. എഫെസ്യർ 4 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം. അപ്പം നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. ഇതൊരു വളർച്ചയാണ്. ഞാൻ ക്രമേണ യേശുവിനെ പോലെ ആകുന്നതായ ഒരവസ്ഥ. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-12 വാക്യത്തിൽ കർത്താവ് പറയണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ അതിൻ്റെ 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം, ഇതാകുന്നു എൻ്റെ കൽപ്പന. എന്നിട്ട് പറയുകയാണ്, എങ്ങനെയാത്? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. അപ്പം സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൊച്ചു കാര്യമൊന്നുമില്ല, പ്രാണനെ കൊടുക്കുന്നതാണ് മറ്റുള്ളവർക്ക്. അതുപോലെയുള്ള സ്നേഹം, അല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല. നമുക്ക് മറ്റുള്ളവരോടൊക്കെ സ്നേഹം വേണം എന്നൊക്കെ പറയുന്നതല്ല. ഈവൻ പ്രാണനെ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന സ്നേഹം. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും യേശുവിൻ്റെ ജീവിതത്തിലെ ഏത് ചെറിയ കാര്യങ്ങളും എടുത്തിട്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും. നമ്മളത് പറയുന്നില്ല, അതിനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും യേശുവിനെ അനുകരിക്കുന്നതായ ഒരു കാര്യം. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 3 അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കാനും പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളെയും സ്നേഹിക്കണം. എന്നിട്ട് താഴെ നമ്മൾ വായിക്കുന്നത് 16 വാക്യത്തിൽ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് ഹൂസോവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. എല്ലാം നമുക്കറിയാം. പക്ഷേ 1 യോഹന്നാൻ 3:16 പലരും വായിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. യേശു ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം. യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. യേശു സ്നേഹിച്ചതുപോലെ ജീവിക്കണം. യേശു ഒരിക്കലും സ്വയമായി തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. യേശു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഏറ്റവും ഒടുവിൽ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടത്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വന്നത് തന്നെ അതിനാണ്, അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കാൻ ഞാൻ വന്നത് അതാണ്. എൻ്റെ ജീവനെ കൊടുക്കാനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ് റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ആൻഡ് ഇഫ് എ ചാൻസ് കംസ്, ഈവൻ ബി റെഡി ടു ഡൈ ഫോർ അതേഴ്സ്.
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഒരു സാഹചര്യം വന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാവുക. അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. അതിന് സ്വർഗത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ പറ്റൂ. മക്കൾക്ക് മാത്രമേ അനുകരിക്കാൻ പറ്റുള്ളൂ. ഹ്യൂമൻ വേയിൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ തന്നെ കർത്താവിൻ്റെ വചനമാണ്. അങ്ങനെ തന്നെ നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. മരണമൊന്ന്, ചെറിയ കാര്യങ്ങളിലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മളൊന്ന് പഠിക്കുക. അപ്പോൾ ദൈവം നമ്മളെ അടുത്ത സ്റ്റെപ്പിലേക്ക് നയിക്കും. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, യേശു നടന്നതുപോലെ നടക്കണം, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. യേശുവിൻ്റെ ക്ഷമയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പലപ്പോഴും ആളുകളുടെ ഒരു കാര്യങ്ങളും ക്ഷമിക്കത്തില്ല. ശരിയായിട്ട് ക്ഷമിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കലഹങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? വീട്ടിലുണ്ടാകുമായിരുന്നോ? നാട്ടിലുണ്ടാകുമായിരുന്നോ? ക്ഷമയുണ്ടായിരുന്നെങ്കിൽ സഭയിലുണ്ടാകുമായിരുന്നോ? പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ നോട്ട് റെഡി ടു ഫോർഗിവ് അതേഴ്സ്. യേശു ക്ഷമിച്ചതുപോലെ സഹോദരന്മാരോട് ക്ഷമിക്കാനായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി വായിക്കുക. അവിടെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ നമ്മൾ ആ ദൈവികത. അതാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നെന്ന്. അത് നമ്മളിത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹൃദയം, അത് ദൈവത്തിൻ്റെ ഹൃദയമാണ് എന്ന് നമുക്കറിയാം. കൊല ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞു. കൊല ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, മത്തായി 5-ാം അധ്യായത്തിൽ. പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങളാണ് ഞാനോ നിങ്ങളോട് പറയുന്നത്. ബട്ട് ഐ സേ അൺടു യു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ കേട്ടതിൽ നിന്നൊക്കെ ഡിഫറൻ്റായിട്ടാണ് യേശു പഠിപ്പിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഒരാളെ കൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവൻ്റെ ജീവൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. കോപിക്കുന്നവൻ തന്നെ ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് കർത്താവ് പറഞ്ഞതാണ്. ആരുടെ വചനങ്ങളാണ്? കർത്താവ് പറഞ്ഞു, നിൻ്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വചനമാണ്. താഴോട്ട് വായിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും വ്യഭിചാരം ചെയ്യലെന്ന് പറയുമ്പോൾ അവിടെയും പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്. ഹൃദയം കൊണ്ടും വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാര പ്രവൃത്തി നടക്കണമെന്ന് മാത്രമില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. ഹൃദയത്തിലോ എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. ഹൃദയത്തിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ എല്ലാം ഇവിടെ കണ്ണിന് പകരം കണ്ണ് 38-ാമത്തെ വാക്യത്തിൽ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്, നിൻ്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തേ. കർത്താവ് പറഞ്ഞ കാര്യം കർത്താവ് അത് ചെയ്തു. കർത്താവ് ഇത് പറയുക മാത്രമല്ല, കർത്താവ് അത് ചെയ്തു. കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അവനെ കണ്ണുകെട്ടി പടയാളികൾ അവനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കുക. മഹാപുരോഹിതൻ്റെ പടയാളികൾ. യേശുവിന് വേണമെങ്കിൽ പറയാം, നീ മർക്കോസ്, നീ എൽക്കാന, അല്ലെങ്കിൽ എന്തെങ്കിലും പേരുകൾ പറഞ്ഞെന്ന് വെച്ചോ. കർത്താവിന് പറയാൻ വയ്യാഞ്ഞിട്ടാണോ? അവൻ മിണ്ടിയില്ല. കാര്യം അവനത് സഹിച്ചു. അവനെ ക്രൂശിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞെന്താണ്? പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായി, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കാൻ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആർക്കും പറ്റത്തില്ല. അത് യേശു ക്ഷമിച്ചു, നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ. സ്തേഫാനോസിൻ്റെ കാര്യം ആലോചിച്ച് ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ലോകത്തിലെ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശീകരണമാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ മരണമെന്ന് പറയുന്നത് കല്ലേറ് കൊണ്ട് മരിക്കുകയാണ്. അങ്ങനെ തന്നെ കല്ലെറിഞ്ഞവർ കൊല്ലുമ്പോൾ ഏറ്റവും ഒടുവിൽ സ്തേഫാനോസ് പറഞ്ഞത് യേശു പറഞ്ഞ അതേ വാചകം. എന്താ? കർത്താവേ, ഇവർക്ക് ഈ പാപം
നിർത്തരുതേ. അപ്പോൾ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ സ്തെഫാനോസിന് കഴിഞ്ഞെങ്കിൽ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമുക്കും കഴിയണം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പോലും പറ്റുന്നില്ല, പിന്നല്ലേ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റും കഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മളുടെ എന്തെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ. മധ്യപ്രദേശിലെ ദമോവിനടുത്ത് നമുക്ക് ഒരു ചില സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഒരുത്തൻ വന്നിട്ട് അവിടെ കയ്യാല കെട്ടി കുറേ സ്ഥലം അങ്ങ് കൈക്കലാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് നൈനാൻ അവിടെ ഉണ്ടല്ലോ, നൈനാനോട് പറഞ്ഞു ഇതുപോലെ സ്ഥലം കൈക്കലാക്കി. നൈനാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിച്ച് ഇപ്പം വഴക്കുണ്ടാകും, ഇപ്പോൾ പോലീസ് വരും എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ നൈനാൻ അവിടെ ചെന്നിട്ട് ഇവനെ കണ്ടിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചു, ഈ സ്ഥലം കൈക്കലാക്കിയവനെ. എന്നിട്ട് പറഞ്ഞ് എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ, നിനക്ക് ഒരു സ്ഥലം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലേ, ഞങ്ങൾക്കാണെങ്കിൽ ഒരു അയലോക്കം ഇല്ലാതിരിക്കുകയായിരുന്നു ഇവിടെ, അപ്പോൾ അതുകൊണ്ട് നിനക്ക് എവിടെയാണ് വേണ്ടേ, അത് കുഴപ്പമില്ല നീ എടുത്തോ. ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം. ഏത് നമ്മുടെ വസ്തു കൈക്കലാക്കിയവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് നീ എടുത്തോളാം. അതാണ് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, കർത്താവ് പറഞ്ഞ വാചകം തന്നെ, നിൻ്റെ ഉടുപ്പെടുക്കുന്നവനെ പുതപ്പെടുക്കുന്നവന് ഉടുപ്പും കൂടെ, അല്ലെങ്കിൽ ഉടുപ്പെടുക്കുന്നവന് പുതപ്പും കൂടെ നീ കൊടുക്കണമെന്നാണ്. അത് കൊടുക്കാതിരിക്കരുത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നവന് ബാക്കിയൂടെ കൊടുക്കാൻ കഴിയുന്നത്, അതാണ് യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കുന്നത്. എല്ലാ രീതിയിലും ദൈവത്തെ അനുകരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആത്യന്തികമായി യേശുവിൻ്റെ നിർമ്മലത, വിശുദ്ധി അത് നമ്മൾ അനുകരിക്കണം. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞ് പെട്ടെന്ന് നിർത്തുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അതായത് നമ്മളിപ്പോൾ ദൈവമക്കളാണ്, നമ്മളെല്ലാവരും ദൈവമക്കളാണ്, നമ്മൾ ദൈവമക്കളുടെ ജീവിതം ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം യേശു വരുമ്പോൾ ഇവിടുത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ അവനോട് സദൃശ്യന്മാരാകുമെന്ന് എഴുതിയിരിക്കുന്നത് ഇല്ലേ? അവനോട് സദൃശ്യന്മാരാകും. അതായത് യേശു വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ യേശുവിനെ അനുകരിച്ച് അവനെപ്പോലെയാകും. അപ്പോൾ യേശുവിനെ അനുകരിച്ച് അവനെപ്പോലെ ആകുന്നതിന് ഇച്ചിരി സമയം നമുക്ക് തന്നിരിക്കുക. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമല്ല ഇവിടുത്തെ. സ്വർഗത്തിൽ പോകാനായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം വല്ല കാറ് പിടിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, നമ്മൾക്ക് കർത്താവ് കുറച്ച് സമയം ഇവിടെ തന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? ആ ജീവിതം ജീവിക്കാൻ, അവനോട് സദൃശനായിക്കൊണ്ട് യേശുവിൻ്റെ ജീവിതം ജീവിക്കുവാൻ, നമുക്ക് പിന്തുടരുവാൻ മാതൃക വെച്ചേച്ച് പോയിരിക്കുകയല്ലേ. അത് നമ്മൾ ആ മാതൃക അനുസരിച്ച് ജീവിക്കണ്ടേ? അതിനുവേണ്ടിയായി സമയം തന്നിരിക്കുന്നത്. എനിക്ക് ഇന്നൊരു ദിവസം കൂടെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം, ഞാൻ ഇന്ന് യേശുവിനെ ഒന്നുകൂടെ അടുത്ത് അനുകരിക്കണം. ഏതെങ്കിലും കാരണവശാൽ എൻ്റെ അനുകരണത്തിന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീണ്ടും യേശുവിനെ അനുകരിക്കണം. ഓരോ ദിവസവും നമ്മൾ പറയേണ്ടതാ, കർത്താവേ നിന്നെ കുറേ കൂടെ അനുകരിക്കുവാൻ, കുറേ കൂടെ നിന്നെപ്പോലെ ആകാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ അവിടുന്ന് വരുന്ന സമയത്തിന് മുമ്പ്, കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മൾ സമ്പൂർണ്ണമായും അവനോട് സദൃശന്മാരാകുന്നതിന് നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു വലിയ ഭാഗ്യമല്ലേ യേശുവിനെ പോലെ ആയിക്കൊണ്ട് യേശുവിനെ എതിരേൽക്കുക എന്ന് പറയുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്.
അതുകൊണ്ട് കർത്താവ് എനിക്ക് ഈ ഭൂമിയിൽ ഇച്ചിരി സമയം കൂടെ തന്നെങ്കിൽ അതിനായി സ്തോത്രം. പക്ഷേ എന്തിനാണ് തന്നിരിക്കുന്നത്? അവനോട് സദൃശന്മാർ ആകുവാൻ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം. അതായത് യേശു വരുമ്പോൾ യേശുവിനെ പോലെ ആയിക്കൊണ്ട് വേണം എനിക്ക് യേശുവിനെ എതിരേൽക്കാൻ എന്ന് പ്രത്യാശിക്കുന്നവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ സദൃശത എന്തിനകത്താ? നിർമ്മലതയിലാണ്, വിശുദ്ധിയിലാണ്. യേശുവിൻ്റെ നിർമ്മലത ഞാൻ അനുകരിക്കണം. യേശുവിനെ പോലെ വിശുദ്ധനായി ഞാൻ ജീവിക്കണം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മളിവിടെ നിർത്തുമ്പോൾ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എന്താ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? വിശുദ്ധിയിൽ യേശുവിനെ പോലെ ആവുക. യേശുവിൻ്റെ വിശുദ്ധി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവൻ ദൈവമല്ലേ? അതെ, അവൻ ദൈവമാണ്. പക്ഷേ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ പൂർണ്ണ ദൈവമായിരുന്നു, അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ യേശു ജീവിച്ചെങ്കിൽ എനിക്ക് പിന്തുടരുവാനൊരു മാതൃക അവൻ വെച്ചിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ പോലെ ആയിക്കൊണ്ട് അവൻ ജീവിച്ചതുപോലെ ജീവിച്ച് അവനോട് സദൃശനാകുവാൻ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. ആ അനുകരണം എനിക്ക് നടക്കണമെങ്കിൽ ഞാൻ മകനായാലേ പറ്റുള്ളൂ. ഞാൻ മകനാണ്. അതുകൊണ്ട് സ്വാഭാവികമായി എന്നിൽ നിന്ന് ആ ഫലം ഉണ്ടാകും. അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ എനിക്ക് കഴിയും. അവൻ്റെ വിശുദ്ധിയിൽ ഞാൻ ജീവിക്കണം. മാനുഷികമായി അവൻ ജീവിച്ച ജീവിതം ഞാനിവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവനെ അനുകരിക്കണം. അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കണം. നമുക്കതിനു വേണ്ടി ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ. ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം, അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കണം. എല്ലാം ശരിയാണ്. എന്നാൽ ആത്യന്തികമായി അവൻ്റെ വിശുദ്ധി നമ്മൾ അനുകരിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുവാൻ നീ ഞങ്ങളെ ആക്കിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ മക്കളാ. അതുകൊണ്ട് നിന്നെ അനുകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. മാറി നിന്ന് അനുകരിക്കുകയല്ല, പ്രത്യുത മക്കളായി അനുകരിക്കുവാൻ. മുന്തിരിയിൽ കൊമ്പ് കായ്ക്കുന്നത് പോലെ നിന്നിൽ വസിച്ചുകൊണ്ട് കർത്താവെ നിൻ്റെ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. മക്കളായിക്കൊണ്ട് നിന്നെ അനുകരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും നിന്നെ അനുകരിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. എന്നാൽ കർത്താവെ, നിൻ്റെ വിശുദ്ധി പിൻപറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധിയിൽ നിന്നെ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.